തെരുവിനായി. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മരക്കുരിശിൽ മരിക്കുകയും 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഹലാൽ എന്ന വിഷയത്തിലുള്ള ഞങ്ങളുടെ വീഡിയോ പരമ്പരയിലെ 2ാം വീഡിയോ ആണിത്. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ നോൺ ഹലാൽ ബോർഡ് വെച്ചത് കണ്ടപ്പോൾ വർഗീയത മൂത്ത് കണ്ണ് കാണാതായ മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അമുസ്ലിങ്ങൾക്ക് നേരെ വർഗീയ വിഷം ചീറ്റുന്നതിനെക്കുറിച്ചായിരുന്നല്ലോ ഈ പരമ്പരയിലെ ഞങ്ങളുടെ 1ാമത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ 2ാം ഭാഗം കാണേണ്ടതാണ്. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ അത് വളരെ ആവശ്യമാണ്. നോൺ ഹലാൽ എന്ന ബോർഡ് കണ്ടപ്പോൾ കുരുപൊട്ടി അമുസ്ലിങ്ങൾക്ക് നേരെ വിഷം ചീറ്റാൻ ഇറങ്ങിയ മുസ്ലിങ്ങൾക്ക് പക്ഷേ ഹലാൽ എന്നാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല എന്നുള്ളതാണ് സത്യം. ഖുർആൻ ആയത്തുകളുടെ വ്യാഖ്യാനം പോലെ തന്നെയാണ് ഇവർ ഹലാലിൻ്റെ അർത്ഥം പറയുന്നതും. തൂവലുകൾ കണ്ടപ്പോഴേ അതൊരു ആമയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന ടീമുകളാണ് ഈ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ. തൂവൽ കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി ഇത് ആമയാണെന്ന് അങ്ങനെ പറയുന്ന ടീംസാണ്. ഖുർആനിലെ ഒരു ആയത്തിന് 4 പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞാൽ അത് 4 വിധത്തിലായിരിക്കും. ചിലപ്പോൾ അത് 16 വിധത്തിലാകാനും സാധ്യതയുണ്ട്. ആ വിധത്തിലാണ് അവർ അർത്ഥം പറയുക. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇവന്മാർ ഹലാലിൻ്റെ അർത്ഥം പറഞ്ഞത്. ഞാൻ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ഇത് നോക്കിക്കോ, സ്ക്രീൻഷോട്ട് നിങ്ങൾ നോക്കിക്കോ. സത്താർ എന്ന ഈ മുസ്ലിം പറയുന്നത് നോൺ ഹലാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമല്ലാത്തത് എന്നാണ് അർത്ഥം എന്നാണ്. സത്താർ എന്ന് പറയുന്ന വ്യക്തി ഹലാൽ എന്ന വാക്കിന് നൽകുന്ന അർത്ഥം ഭക്ഷ്യയോഗ്യമായത് എന്നാണ്. ഇനി അബ്ദുൽ മജീദ് എന്ന് പറയുന്ന വേറൊരു മുസ്ലിം പറയുന്ന അർത്ഥം എന്താണെന്ന് കണ്ടോ. തല്ലിക്കൊന്ന ഇറച്ചിയില്ല എന്ന ഉദ്ദേശം മാത്രമേ ഹലാൽ എന്ന വാക്കിനുള്ളൂ എന്നാണ് അബ്ദുൽ മജീദ് പറയുന്നത്. തല്ലിക്കൊന്ന ഇറച്ചിയുടെ വിൽക്കുന്നില്ല. എന്നാൽ ഇബ്രാഹിം മുക്കുന്നത് പറയുന്നത് ഈ 2 അർത്ഥവുമല്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നല്ലത് എന്ന അർത്ഥമാണ് ഉള്ളതെന്നാണ് ഇബ്രാഹിം മുക്കുന്നത് പറയുന്നത്. ഇവൻ പർദ്ദ അല്ലെങ്കിൽ ബിക്കിനി ടീമിൽ പെട്ടവനാണ് കേട്ടോ. കണ്ടില്ലേ, ഹലാൽ വേണ്ടാത്തവർ ഹറാം ഭക്ഷണം കഴിച്ചോളാനാണ് പറയുന്നത്. ഇവൻ്റെ പേര് കണ്ടപ്പോൾ ഞാൻ കുറേ ആലോചിച്ചത് ഇവൻ എന്തിനാ ഇങ്ങനെ മുക്കുന്നതെന്ന്. ഇബ്രാഹിം മുക്കുന്നത്, ഇവനെന്തിനാ ഇങ്ങനെ മുക്കുന്നത്? പിന്നെ ആ പോസ്റ്റിൻ്റെ കീഴെ എല്ലാവരും ഇവനെ പഞ്ഞിക്കിടുന്നത് കണ്ടപ്പോഴേ മനസ്സിലായത് ഇവൻ മുക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ള കാര്യം. ഇബ്രാഹിം മുക്കുന്നത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ നല്ലത് മാത്രമേ കഴിക്കൂ, അത് എല്ലാ അർത്ഥത്തിലും നല്ലത് വേണമെന്ന്. ഈ ഒരു ഭാഗം വായിച്ച് ഞാൻ ചിരിച്ചതിന് കണക്കില്ല, ഭയങ്കരമായിട്ട് ചിരിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഈച്ചയെ മുക്കിയ പാനീയം, പിന്നെ മാംസം കഴിക്കാൻ അനുവദനീയമായ മൃഗങ്ങളുടെ മൂത്രവും കാട്ടവും, അതുപോലെ അങ്ങനെയുള്ളതൊക്കെ കഴിച്ചോളാൻ അനുവാദം കിട്ടിയവരാണ് മുസ്ലിങ്ങൾ. അതൊക്കെയാണ് നല്ല ഭക്ഷണം എന്ന ഈ ഇബ്രാഹിം മുക്കുന്നത് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്ത് കോമഡിയാണെന്ന് നോക്കിയേ. ഇനി സമീദ് എന്ന് പറയുന്ന ആൾ ഹലാൽ എന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥം ഇത് 3ഉമല്ല. ഹലാൽ ഭക്ഷണം എന്നാൽ മുസ്ലിങ്ങൾക്ക് കൂടി തിന്നാൻ അനുവദനീയമായത് എന്നേ അർത്ഥമുള്ളൂ എന്നാണ് സമീദ് പറയുന്നത്. ഇത് നല്ല 1ാം തരം തഖീയാണ്. മുസ്ലിങ്ങൾക്ക് കൂടി തിന്നാൻ അനുവദനീയമായത് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം തിന്നാൻ അനുവാദമുള്ളതാണ്, കൂടെ മുസ്ലിങ്ങൾക്കും കൂടി തിന്നാൻ അനുവാദമുള്ള ഭക്ഷണം. ഹലാൽ ഭക്ഷണം എന്നതിൻ്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന മന്ദബുദ്ധികൾ ഇപ്പോഴും ഉണ്ടെന്ന് ഇവർ വ്യാമോഹിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിരി നിൽക്കുന്നില്ല. സാമ്പിളിന് വേണ്ടിയ 4 കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയും കുറേ അർത്ഥം, പലരും പല പല അർത്ഥങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്നും പറഞ്ഞ് ഓരോരുത്തന്മാരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുരച്ചു ചാടിക്കൊണ്ടിരുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി 4 കാണിച്ചെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഇതിനേക്കാൾ കൂടുതൽ കുറേ കാര്യങ്ങൾ ഹലാലിനെ പറ്റി പല പല അർത്ഥങ്ങൾ ഉമ്മാർ പറഞ്ഞത് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ കുരുപൊട്ടി അമുസ്ലിങ്ങൾക്ക് നേരെ വർഗീയ വിഷം ചീറ്റിയ സോഷ്യൽ മീഡിയ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഭക്ഷ്യയോഗ്യമായതെന്നോ തല്ലിക്കൊന്ന ഇറച്ചിയില്ല എന്നോ നല്ലതെന്നോ മുസ്ലിങ്ങൾക്ക് കൂടി തിന്നാൻ അനുവദനീയമായത് എന്നോ അങ്ങനെയൊക്കെയാണോ? ഇതൊക്കെയാണോ ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഹലാൽ എന്ന വാക്കിന് അനുവദനീയമായത് എന്നാണ് അർത്ഥം. ഈ അർത്ഥം പൊതുവെ മുസ്ലിങ്ങൾ പറയുകയേ ഇല്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ആർക്ക് അനുവദനീയമായത്, ആരാണ് അനുവദിച്ചതെന്ന് ഈ 2 ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നവർക്കറിയാം. ആർക്ക് അനുവദനീയമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദനീയം എന്ന് മറുപടി പറയേണ്ടി വരും. മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദനീയമായ ഭക്ഷണമാണ് ഹലാലെങ്കിൽ
ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വളരെ 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 കുറവുള്ള ഇടങ്ങളിൽ പോലും ഹലാൽ ബോർഡ് വയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വരും. അവിടെ മുസ്ലിങ്ങൾ വളരെ കുറവല്ലേ ഉള്ളത്. മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദനീയമായ ഭക്ഷണം എന്തിനാണ് അവിടെയുള്ള ഭൂരിപക്ഷത്തിനെ കൂടി നിങ്ങൾ തീറ്റിക്കാൻ നോക്കുന്നത് എന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല. ഇനി അതല്ല, ഹലാൽ എന്നാൽ എല്ലാവർക്കും അനുവദനീയമായതാണ് എന്നിവർ പറഞ്ഞാൽ ആരാണിത് അനുവദിച്ചത്? എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അതിൽ ഞാനും ഉൾപ്പെടുമല്ലോ. ഞാൻ എന്ത് കഴിക്കണമെന്ന് വേറെ ആരെങ്കിലും അനുവദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഞാൻ ആരിൽ നിന്നാണ് അനുവാദം വാങ്ങേണ്ടതെന്നുള്ള ചോദ്യം അമുസ്ലിമിൽ നിന്ന് വരുമ്പോൾ അതിന് മുസ്ലിങ്ങൾക്ക് മറുപടി ഉണ്ടാകില്ല. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് എനിക്കിഷ്ടമുള്ളത് തിന്നാൻ വേറെ ആരുടെയും അനുവാദം വേണ്ട എന്ന് ബീഫിൻ്റെ വിഷയത്തിൽ നാഴികയ്ക്ക് 40 വട്ടം പോസ്റ്റുകൾ ഇടുന്നത് ഇവന്മാർ തന്നെയാണെന്ന് ഓർക്കണം. അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരാളും അനുവാദം കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. പക്ഷേ അമുസ്ലിങ്ങൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നുള്ള അനുവാദം നിങ്ങൾ കൊടുക്കും, ഞങ്ങളത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന ചോദ്യം അമുസ്ലിങ്ങളിൽ നിന്ന് വരുമ്പോൾ മിണ്ടാട്ടം മുട്ടി വായടച്ച് നിൽക്കേണ്ടി വരും എല്ലാ ജിഹാദികളും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം അനുവദനീയമായത് എന്നാണെന്ന് അറിയാവുന്ന മുസ്ലിങ്ങൾ പോലും ആ അർത്ഥം പറയാതെ വേറെ പല അർത്ഥങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപൂർവം ചില മുസ്ലിങ്ങൾ ഹലാൽ എന്നാൽ അനുവദനീയം എന്നാണ് അർത്ഥം എന്ന് പറയാറുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ അർത്ഥം പറയുന്നതിന് മുമ്പേ അവരുടെ വക കുറേ വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. ഈ വ്യാഖ്യാനങ്ങളൊന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളതല്ല. അമുസ്ലിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഇവർ തന്നെ വ്യാഖ്യാന ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന അർത്ഥങ്ങളാണ്. അതിനുദാഹരണമായി 2 തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിക്കാം. ഇത് ജിഹാദികളുടെ മൂട് താങ്ങിയായ 42K എന്ന സുഡാപ്പി ചാനലാണ്. എറണാകുളത്തെ നന്ദൂസ് കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിൽ നോൺ ഹലാൽ ബോർഡ് വെച്ചതിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ സുഡാപ്പികൾക്ക് വേണ്ടി വർഗീയത ചീറ്റാൻ ഈ ചാനലും മുന്നിലുണ്ടായിരുന്നു. അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിൻ്റെ അർത്ഥം എന്നിവർ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ വ്യാഖ്യാന ഫാക്ടറി ഇവർ തുറക്കുന്നുമുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. നോ ഹലാൽ, ഹലാൽ ഭക്ഷണം നിഷിദ്ധം എന്നാണ് ഒരു സംഘി മത തീവ്രവാദി തന്റെ ഹോട്ടലിന് മുന്നിൽ ബോർഡ് വെച്ചത്. നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം, രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം, അതായത് എവിടെയെങ്കിലും കിടന്ന ചത്ത മൃഗങ്ങളുടെ മാംസമല്ല എന്ന് ചുരുക്കം. ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം. വീഡിയോ ക്ലിപ്പ് കേട്ടല്ലോ. നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം, രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം, അതായത് എവിടെയെങ്കിലും കിടന്ന ചത്ത മൃഗങ്ങളുടെ മാംസമല്ല എന്ന് ചുരുക്കം. ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിൻ്റെ അർത്ഥം എന്നാണ് ഈ സുഡാപ്പി ചാനലുകാരി പറയുന്നത്. അവർ അനുവദനീയമായ ഭക്ഷണം എന്നുള്ള ആ അർത്ഥം കൊടുക്കുന്നുണ്ട്. പക്ഷേ അർത്ഥത്തിന് മുമ്പ് അവർ എത്രമാത്രം വ്യാഖ്യാനങ്ങളാണ് ഇറക്കിയിരിക്കുന്നത് നോക്കണം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അർത്ഥം പറയുന്നത്. ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ നല്ല വൃത്തിയിലും വെടിപ്പിലുമാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ വൃത്തിയും വെടുപ്പും ഒന്ന് നോക്കിയാലോ? അടുത്ത ഒരു സ്ക്രീൻഷോട്ട് കൂടി നോക്കിയിട്ട് നമുക്ക് ഹലാൽ ഹോട്ടലുകളിലെ വൃത്തിയും വെടുപ്പും പരിശോധിക്കാം. ജംഷീർ രണ്ടത്താണിയുടേതാണ് ഈ കമൻറ്റ്. ഹലാൽ എന്നതിന് അനുവദനീയം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ട് ജംഷീർ വ്യാഖ്യാന ഫാക്ടറി തുറക്കുകയാണ്. നല്ല വൃത്തിയിലും വെടിപ്പിലും രോഗമില്ലാത്തതും ചാവാതെ അറുത്തതുമായ മാംസങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകളിലാണ് പൊതുവെ ഹലാൽ ഫുഡ് എന്ന് എഴുതി വയ്ക്കാറുള്ളതെന്നാണ് ജംഷീർ രണ്ടത്താണി പറയുന്നത്. ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ പാവം അമുസ്ലിങ്ങളെ കൊണ്ട് സ്വന്തം മലം തീറ്റിച്ചതിൻ്റെ പേരിൽ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥരായ മുഹമ്മദ് അബ്ദുൽ ബാസിദിനെയും അംജദ് ഭട്ടിയെയും നോട്ടിംഗ്ഹാം പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ. മനുഷ്യമലം ചേർത്ത ഭക്ഷണം ഇവരെപ്പോലെ ഉള്ളവർക്കൊക്കെ നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഭക്ഷണമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ മനുഷ്യരായി പോയില്ലേ. അതുകൊണ്ട് നമുക്കത് നിഷിദ്ധ ഭക്ഷണമാണ്, ഹറാമായ ഫുഡാണത്. ഇവർക്കാണത് ഹലാലായ ഫുഡ്, നമുക്കത് ഹറാമാണ്. അതൊരു ഒറ്റപ്പെട്ട കേസാണെന്ന് വിചാരിക്കുന്നു വേണ്ട. അത് മാത്രമല്ല, ഇവർ ഈ പറയുന്ന വൃത്തിയും വെടുപ്പുണ്ടല്ലോ, ഹലാൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ നല്ല വൃത്തിയും വെടുപ്പുമുള്ള നല്ല മാംസമായിരിക്കും. വഴി കിടന്ന് ചത്തതോ അതൊന്നും അല്ലാത്ത നല്ല ഭക്ഷണമായിരിക്കും, നല്ല മാംസമാണ് കൊടുക്കാമെന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ജോർദാനിലെ ഒരു ഹോട്ടലിൽ, ജോർദാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ്, അവിടെ ഹലാൽ ഫുഡ് മാത്രമേ ഹോട്ടലുകൾ വിൽക്കൂ. അത് കഴിക്കാൻ വരുന്ന ആൾക്കാരും ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്, അവരും ഹലാൽ ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ജോർദാനിലെ ഒരു ഹോട്ടലിൽ നിന്ന്
ഹലാൽ ഷവർമ കഴിച്ചിട്ട് 5 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുകയും 800-ലധികം പേർ, കൃത്യമായി പറഞ്ഞാൽ 826 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ചെയ്തിട്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞിട്ടില്ല. ഹോട്ടൽ ഹലാലാണ്, ഷവർമയും ഹലാലാണ്, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകും. ഭാഗ്യം ഉണ്ടെങ്കിൽ ജീവൻ കിട്ടും. എന്നിട്ടും ജിഹാദികൾക്ക് വേണ്ടി കൊയിലോത്ത് നടത്തുന്ന ഇവളെപ്പോലുള്ളവർ നമ്മളോട് പറയുന്നത് എന്താണ് ആർക്കും ഒരു സംശയവും കൂടാതെ എപ്പോൾ വേണമെങ്കിലും ചെന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണമാണ് ഹലാൽ ഫുഡ് എന്ന്, അല്ലേ? ഗൾഫ് ന്യൂസ് പറയുന്നത് പഴകിയ മാംസമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ്. പഴകിയ മാംസം, അതായത് ചീഞ്ഞ മാംസം. പക്ഷെ ജിഹാദികൾ കൊടുക്കുന്ന കാശും വാങ്ങി ഈ പെണ്ണ് പറയുന്നത് ചീഞ്ഞ മാംസം കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകാരാണെന്നാണ്. മനസ്സിലായോ? ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിലൊന്നും ചീഞ്ഞ മാംസം കിട്ടില്ല, നല്ല ഇറച്ചിയേ കിട്ടുള്ളൂ. നോൺ ഹലാൽ ബോർഡ് വെച്ചോടത്തൊക്കെ ചത്തതും ചീഞ്ഞതും കിട്ടുമെന്നാണ് ഈ വീഡിയോയിൽ തന്നെ ആ പെൺകുട്ടി പറഞ്ഞത്. ഇത് ജോർദാനിൽ മാത്രമല്ല, ഹലാലിൻ്റെ ഈറ്റില്ലമായ, ഹലാൽ എന്ന് പറയുന്ന സംഗതിയുടെ ആ ഉപജ്ഞാതാവായ മുഹമ്മദ് ജീവിച്ചിരുന്ന സൗദി അറേബ്യ ഉണ്ടല്ലോ, ആ സൗദി അറേബ്യയിലും ചീഞ്ഞ മാംസം കൊണ്ടുണ്ടാക്കിയ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട്. അത് 1-2 പേർക്കൊന്നുമല്ല, 140ഓളം പേർക്ക്, 142 പേർക്ക് ഹലാൽ ഫുഡ് മാത്രം വിൽക്കുന്ന സൗദി അറേബ്യയിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഈ ഹലാൽ ഫുഡിനെ കുറിച്ചാണ് ആ പെണ്ണ് പറഞ്ഞത്. അത് നമുക്കിപ്പോൾ ഒന്നുകൂടി കേട്ട് നോക്കാം. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് തോന്നും. നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം, രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം, ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം. ഇനി ഹലാലായ ഷവർമ കഴിച്ച് മരിച്ചത് ജോർദാനിൽ മാത്രമാണോ? അല്ല, നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഹലാൽ ഷവർമ കഴിച്ചുള്ള ഭക്ഷ്യവിഷബാധ ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. 2012 കാസർകോട്ടുകാരനായ അബ്ദുൽ ഖാദർ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം വഴുതക്കാട്ടെ സാൽവ കഫേ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഷവർമ കഴിച്ച സച്ചിൻ റോയ് മാത്യു എന്ന 21-കാരൻ മരിച്ചത്. ഇത് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഹലാൽ ബോർഡ് വെച്ച ഹോട്ടൽ തന്നെയാണത്. ഇതേ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച വേറൊരാൾ കൂടി മരിച്ചിരുന്നു. കോട്ടയം സ്വദേശി പ്രൊഫസർ വർഗീസാണ് സാൽവ കഫേയിൽ നിന്ന് കഴിച്ച ഷവർമയിൽ നിന്ന് വിഷബാധയേറ്റ് മരിച്ചത്. ഭക്ഷണത്തിൽ മായം ചേർത്ത് വിറ്റിരുന്നു എന്ന് സാൽവ കഫേ ഉടമ അബ്ദുൽ ഖാദർ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായിരുന്നു. ഇത് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലാണ്, പക്ഷെ മായം ചേർത്ത ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അമുസ്ലിങ്ങൾക്ക് മായം ചേർത്ത ഭക്ഷണം കൊടുക്കുന്നത് ഹലാലാണെന്ന് ഉസ്താദ് പഠിപ്പിച്ചതുകൊണ്ടായിരിക്കണം ഇദ്ദേഹം ഹോട്ടലിന് മുമ്പിൽ ഹലാൽ ബോർഡ് വെച്ചത്. അതുകൊണ്ട് നമുക്ക് അയാളെ തെറ്റു പറയാൻ പറ്റില്ല. അയാളുടെ വിശ്വാസം അനുസരിച്ച് അത് ശരിയായിരിക്കാം. പക്ഷെ ഇവർക്ക് വേണ്ടി കൂലിക്ക് തള്ളാൻ വരുന്ന ടീമുകളുണ്ടല്ലോ, ഇവരെ പോലെയുള്ള ഈ 4K ചാനലിനെ പോലെയുള്ള ആളുകൾ, ഈ പെണ്ണിനെ പോലെയുള്ള ആൾക്കാരൊക്കെ, ഇവരെ നമ്മളെങ്ങനെ തെറ്റു പറയാതിരിക്കുന്നത്? മറ്റുള്ളവൻ്റെ കാശ് വാങ്ങിയിട്ട് ഇവന്മാർ ചെയ്യുന്ന തെണ്ടിത്തരത്തിന് കുട പിടിക്കാൻ നടക്കുന്നത്, അതിനൊക്കെ എന്ത് ന്യായീകരണം ഉള്ളത്? ഹലാലിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നതേ നമുക്കൊന്നുകൂടി കേട്ട് നോക്കാം. ഇതെല്ലാം മനസ്സിലായതിനു ശേഷം ഇത് കേൾക്കുമ്പോഴാണ് ഇത് നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നത്. നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം, രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം, ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം. ഇവന്മാർ ഹലാൽ ബോർഡ് വെച്ച് പഴകിയ ഭക്ഷണവും മായം ചേർത്ത ഭക്ഷണവും കൊടുത്ത് അമുസ്ലിങ്ങളെ കൊല്ലും. അതിൽ ഇവർക്കൊരു പ്രശ്നമൊന്നുമില്ല, ഇവരത് ചെയ്യും. പക്ഷെ നിവൃത്തികേടുകൊണ്ട് ആരെങ്കിലും നോൺ ഹലാൽ ബോർഡ് വെച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയാൽ ജിഹാദികൾ ഇവളെപ്പോലെയുള്ളവരെ കൊണ്ട് അവരെ ചീത്ത വിളിപ്പിക്കും. കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം. ഷവർമ കഴിച്ച് 2 പേര് മരിച്ചപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരളത്തിലെ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ശുചിത്വമില്ലാത്ത ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ 83 ഔട്ട്ലെറ്റുകളാണ് അന്ന് കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടിയത്. 83 എണ്ണം. ഇതിൽ ഭൂരിഭാഗവും ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളായിരുന്നു. ഹലാൽ ബോർഡ് വെച്ചത്. എറണാകുളത്ത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും നടത്തിയ റെയ്ഡുകളിൽ അവിടെ വിൽക്കുന്ന ഷവർമ യാതൊരു വൃത്തിയും വെടുപ്പും ഇല്ലാത്തതാണെന്ന് കണ്ടെത്തിയ അധികാരികൾ ഒരാഴ്ചത്തേക്കാണ് കൊച്ചിയിൽ ഷവർമ നിരോധിച്ചത്. കൊച്ചിയിൽ ഷവർമ വിറ്റുകൊണ്ടിരുന്ന എല്ലാ കടകൾക്ക് മുന്നിലും ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഹലാൽ ബോർഡ് ഉണ്ടായിരുന്ന ഈ കടകളിൽ പഴകിയ മാംസവും വൃത്തിഹീനമായ അന്തരീക്ഷവും കണ്ടതുകൊണ്ടാണ് ഒരാഴ്ചത്തേക്ക് കൊച്ചിയിൽ ഷവർമ നിരോധിച്ചത്. ഈ വൃത്തിഹീനമായ അവസ്ഥയൊക്കെ മാറ്റി നല്ല വൃത്തിയും വെടുപ്പൊക്കെ ആക്കിയതിന് ശേഷം ഇനി നിങ്ങൾ ഷവർമ വിറ്റാൽ മതിയെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികാരികൾ അവരോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഒരാഴ്ചത്തേക്ക് അത് അടച്ചുപൂട്ടിയത്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല.
ഇതുകൊണ്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ഹലാൽ ഷവർമ്മ കഴിച്ച് ഫുഡ് പോയ്സൺ ഉണ്ടാകുന്നത് ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും സാധാരണ സംഭവമാണ്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും 2012 വഴുത്തക്കാട്ടെ സാൽവ കഫേയിൽ നിന്ന് ഹലാൽ ഷവർമ്മ കഴിച്ചിട്ട് 2 പേരും മരിച്ചത്. അപ്പോഴാണ് ഭക്ഷ്യവകുപ്പ് പല നടപടികളൊക്കെ എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 2013 ജനുവരിയിലെ വാർത്ത അതാണ് ഈ കാണുന്നത്. മലപ്പുറത്ത് ഹലാൽ ഷവർമ്മ കഴിച്ച ഒരു കുടുംബത്തിലെ 5 പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായി. 5 പേർക്ക്. ഇനി ഇത് 2013 സെപ്റ്റംബറിലെ വാർത്തയാണ്. അതേ വർഷം തന്നെ സെപ്റ്റംബറിലെ വാർത്തയാണ്. തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവിലെ ഹോട്ടലിൽ നിന്ന് ഹലാൽ ഷവർമ്മ കഴിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയുണ്ടായി. ഇത് 2016 വാർത്തയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് സമീപത്തെ ഒജീൻ ബേക്കറിയിൽ നിന്ന് ഹലാൽ ഷവർമ്മ കഴിച്ച് ഫുട്ബോൾ താരം ഷഹീൻ ലാൽ അടക്കം 5 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയുണ്ടായി. ഇത് 2018 വാർത്തയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ നാദാപുരത്ത് ഹലാൽ ഷവർമ്മ കഴിച്ച് 5 പേർ ആശുപത്രിയിലായി. ഇത് 2019 വാർത്തയാണ്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഷവർമ്മയും കുബൂസും കഴിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ വാർത്തയാണ് ഇത്. കൊച്ചിയിലെ പോലെ തന്നെ പയ്യന്നൂരും നഗരസഭാ പരിധിയിൽ ഷവർമ്മ വിൽക്കുന്നതിന് താൽക്കാലികമായ നിരോധനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏർപ്പെടുത്തുകയുണ്ടായി. ഷവർമ്മ വിൽക്കുന്ന മിക്കയിടങ്ങളിലും പഴകിയ മാംസവും വൃത്തിഹീനമായ അന്തരീക്ഷവും കണ്ടെത്തിയതോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഷവർമ്മ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. നമുക്കറിയാവുന്നതുപോലെ ഷവർമ്മ ഒരു അറേബ്യൻ ഫുഡാണ്. ഷവർമ്മ വിൽക്കുന്ന കടകളുടെ മുമ്പാകെ ഹലാൽ ബോർഡ് നമ്മൾ കാണാറുമുണ്ട്. ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ നിന്നും വിൽക്കുന്ന ഹലാൽ ഷവർമ്മ കഴിച്ച് ജീവൻ പോയവരുടെയും ജീവൻ പോകുന്നതിൻ്റെ വക്കിലെത്തിയവരുടെയും വാർത്തകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഇനിയുമുണ്ട് ഇഷ്ടംപോലെ വാർത്തകൾ ഇതുപോലെ. ഹലാൽ ഭക്ഷ്യവിഷബാധ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചാണ് ജിഹാദികൾക്ക് വേണ്ടി കുഴിലൂത്ത് നടത്തുന്ന 42K എന്ന യൂട്യൂബ് ചാനൽ നമ്മളോട് പറയുന്നത്. ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണമെന്ന്. വൃത്തിയും ഹലാലും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇറച്ചിക്ക് വേണ്ടി അറുക്കുന്ന മൃഗത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടത് ശാസ്ത്രീയമായ പരിശോധനയാണ്. അറുക്കാൻ വേണ്ടി വളർത്തുന്ന മൃഗത്തിന് അസുഖമൊന്നുമില്ലെങ്കിൽ ഭാവിയിൽ അസുഖങ്ങൾ പിടിപെടാതെ ഇരിക്കാൻ വേണ്ടത് വൃത്തിയുള്ള ചുറ്റുപാടും മൃഗഡോക്ടർമാരുടെ മുറതെറ്റാതെയുള്ള പരിശോധനയൊക്കെയാണ്. അതുപോലെ ഹോട്ടലിലാണെങ്കിലോ അറുത്ത ഇറച്ചിയും പാകം ചെയ്ത ഇറച്ചിയും കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടത് വൃത്തിയുള്ള ശീതീകരണ ഇടങ്ങളാണ്. അതൊന്നും ചെയ്യാതെ അറേബ്യൻ ഗോത്രദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി മന്ത്രം ജപിച്ചൊരു മുസ്ലിം അറുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഹലാൽ എന്ന ഒരു ബോർഡ് കൊണ്ട് വെച്ചതുകൊണ്ടോ മാംസം ശുദ്ധിയുള്ളതാകില്ല, ഭക്ഷണം ശുദ്ധിയുള്ളതാകില്ല. അത് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ ചീഞ്ഞ ഇറച്ചി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമല്ല വിൽക്കുന്നത്. നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ഭക്ഷണം കൂടി നിങ്ങൾക്ക് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ നിന്ന് കിട്ടും. അതെന്താണെന്നറിയാം? വേറൊന്നുമല്ല, തൊഴിലാളികൾ തുപ്പിയിട്ട ഭക്ഷണം, മുസ്ലിം തൊഴിലാളികൾ തുപ്പിയിട്ട ഭക്ഷണം. അത് നിങ്ങൾക്ക് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ കിട്ടൂ. നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ ഇത് കിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ആഴ്ചയാണ് വെസ്റ്റ് ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഇബ്രാഹിം എന്നും അൻവർ എന്നും പേരുള്ള 2 തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്തൂരി റൊട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ തുപ്പിയിട്ടാണ് റൊട്ടി ഉണ്ടാക്കിയതെന്നുള്ളത് കൊണ്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. അവർ ഓരോ തന്തൂരി റൊട്ടി ഉണ്ടാക്കുമ്പോഴും അതിൽ അൽ തുപ്പൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ കയറുന്ന മുസ്ലിങ്ങൾക്ക് തിന്നാൻ കിട്ടുന്നത് ഇങ്ങനെ അവിടുത്തെ മുസ്ലിം തൊഴിലാളികൾ തുപ്പിയിട്ട് തരുന്ന ഫുഡാണ്. ഈ തുപ്പിത്തരുന്ന ഭക്ഷണത്തെക്കുറിച്ച് 42Kയിലെ പെണ്ണ് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്നുകൂടി കേട്ട് നോക്കിയാലോ? ഇപ്പോൾ കേൾക്കുമ്പോൾ അത് നല്ല കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കേൾപ്പിക്കുന്നത്. നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം, രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം, ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം. കേട്ടല്ലോ? നല്ല വൃത്തിയിലും വെടുപ്പിലും കൊടുക്കുന്ന ഭക്ഷണം. ആഹാ, ഇതാണ് വൃത്തിയും വെടുപ്പും. രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം. ആഹാ, അത് കഴിച്ചിട്ടാണല്ലോ ചില ആൾക്കാർ തട്ടിപ്പോയത്. ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതാണ് ഹലാൽ ഭക്ഷണം എന്ന് ആ പെണ്ണ് പറയുന്നത്. ഇവർക്കൊക്കെ കാശ് കിട്ടിയാൽ മതി. ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് എന്ത് നുണയും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. ഒരു മടി ഇവർക്കില്ല. കാശ് കിട്ടിയാൽ മതി.
വെസ്റ്റ് ഡൽഹിയിലെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നും അല്ല കേട്ടോ. ഇതിനു മുമ്പ് മീററ്റിൽ ഒരു ഹിന്ദുവിൻ്റെ കല്യാണ വീട്ടിൽ തന്തൂരി റൊട്ടി ഉണ്ടാക്കിയ നൌഷാദ് ഏലിയ സുഹൈൽ എന്ന മുസൽമാൻ താൻ ഉണ്ടാക്കുന്ന ഓരോ റൊട്ടിയിലും തുപ്പിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ദേശീയ തലത്തിൽ തന്നെ ആ വീഡിയോ വൈറലായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ ആണ്. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം ഓരോ റൊട്ടിയിലും നൈസായിട്ട് തുപ്പുന്നത് കണ്ട. ഇവൻ്റെ ഈ എച്ചിലാണ് ബാക്കിയുള്ളവരെ കൊണ്ടുവൻ തീറ്റിക്കുന്നത്. ഇതൊരു ഹിന്ദുവിൻ്റെ കല്യാണ വീടാണ്. ഹിന്ദുവിൻ്റെ കല്യാണ വീട്ടിൽ കാറ്ററിങ്ങിന് വേണ്ടി വിളിച്ച ടീംസാണ്. അപ്പോൾ അവൻ അങ്ങനെയുള്ള ഇതിലാണ് ഇവൻ ഇത് ചെയ്യുന്നത്. ഇതൊക്കെ കാണുന്ന നമ്മുടെ അടുത്തേക്കാണ് 4-2Kയിലെ ആ പെണ്ണ് വന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് കേട്ടു നോക്കാം. നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം, രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം, ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം. തുപ്പൽ ജിഹാദിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇവളുടെ ഇമാതിരി ഡയലോഗ് കേൾക്കുമ്പോൾ എന്ത് കോമഡിയാണല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഹലാൽ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നിപ്പോവും. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ഞങ്ങൾക്കിത് കോമഡിയാണ്. ഇപ്പം നിങ്ങൾക്കും ഇത് കോമഡിയായിട്ട് തന്നെ തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തുപ്പൽ ജിഹാദിൻ്റെ വീഡിയോ വൈറലായപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിനെ ന്യായീകരിക്കാൻ പതിവ് പോലെ മുസ്ലിങ്ങൾ തിക്കിത്തിരക്കുകയായിരുന്നു. അത് ഇവരുടെ സ്ഥിര സ്വഭാവമാണ്, ന്യായീകരണം എന്ന് പറയുന്നത്. ഈ ലോകത്ത് എവിടെയെങ്കിലും വല്ല മുസ്ലിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള തെണ്ടിത്തരം ചെയ്താൽ അപ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ മുസ്ലിങ്ങളും വന്ന് എന്തുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ട സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് മാസങ്ങളായി. ആറന്മുളയിലെ കോവിഡ് രോഗിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ഉണ്ടായ സോഷ്യൽ മീഡിയയിലെ ചർച്ച കണ്ടപ്പോഴാണ് ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ചിന്ത വന്നത്. അന്നേ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ പിന്നീട് പലവിധമായ പ്രശ്നങ്ങൾ കാരണം ആശുപത്രി കേസും മറ്റു പലതൊക്കെ വന്നിട്ട് അത് പറ്റിയില്ല. അതിനുള്ളിൽ 3 വട്ടം അത് റെക്കോർഡ് ചെയ്തതാണ്. 3 പ്രാവശ്യം ഓരോരോ സാങ്കേതിക തകരാറുകൾ കൊണ്ട് അത് ശരിയായില്ല, ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ആ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ തുപ്പൽ ജിഹാദിൻ്റെ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ധാരാളം പേര് സോഷ്യൽ മീഡിയയിൽ അതിനെ ന്യായീകരിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പലവിധ ന്യായീകരണ പോസ്റ്റുകളും കമൻറ്റുകളും കണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ഈ നിഷ്പക്ഷ ജിഹാദി ഉണ്ടല്ലോ അനിൽ മുഹമ്മദ്, അനിൽ മുഹമ്മദിൻ്റെ ന്യായീകരണമായിരുന്നു. നമുക്ക് ആ ന്യായീകരണം ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ആ വീഡിയോ ദൃശ്യം കണ്ടുവല്ലോ. ആ വീഡിയോ ദൃശ്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് വളരെ നിഷ്പക്ഷമായി നോക്കിക്കണ്ടാൽ അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ ഇത്തരം സംഗതികൾ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ കാണുന്നത് പോലെ 2 കൈകൾ കൊണ്ട് അതിനെ തട്ടി അതിൻ്റെ പ്രതലത്തിലുള്ള പൊടി നീക്കം ചെയ്യുന്നതും പിന്നീട് അതിനുശേഷം അത് ഇങ്ങനെ ഊതി, നമ്മൾ സാധാരണ പൊടിയൊക്കെ മാറ്റാൻ വേണ്ടി ഊതുന്നത് പോലെ ഊതി ആ പൊടി പറപ്പിക്കുന്നതുമാണ് എന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇമാതിരി ഒരു ന്യായീകരണം ഞാൻ ഈ വിഷയത്തിൽ വേറെ ഒരിടത്തു നിന്നും കേട്ടിട്ടില്ല. തുപ്പുകയല്ല, പൊടി ഊതിക്കളയുകയാണെന്നാണ് നിഷ്പക്ഷ ജിഹാദി വ്യാഖ്യാനിക്കുന്നത്. ഏതൊരു വസ്തുവിലും ഉള്ള പൊടി നമ്മൾ ഊതിക്കളയുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് നേരെയായിരിക്കും. അല്ലാണ്ട് മേശപ്പുറത്ത് വെച്ച് അതിലേക്ക് തല കുനിച്ചിട്ടല്ല പൊടി ഊതിക്കളയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നമുക്കില്ലെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. വെറുതെ അങ്ങ് അടിച്ചു വിടുകയാണ് ന്യായീകരണമായിട്ട് വരുന്നിരിക്കുന്നത് അല്ലേ. ഏതായാലും ഇത് ഒറ്റപ്പെട്ട 2 സംഭവങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കേണ്ട, വേറെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവം. ഇത് UPയിലെ ഗാസിയാബാദ് ജില്ലയിലെ ഭോജ്പൂർ ഏരിയയിൽ നടന്ന സംഭവമാണ്. പതിവ് പോലെ ഹിന്ദുവിൻ്റെ കല്യാണത്തിന് അൽ തുപ്പൽ ജിഹാദ് നടത്തി ഹലാൽ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന മുസ്ലിം യുവാവിനെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇങ്ങനെ അമുസ്ലിങ്ങൾക്ക് വേണ്ടി തുപ്പൽ ജിഹാദ് നടത്തി ഉണ്ടാക്കുന്ന ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചാണ് 4-2Kയിലെ പെണ്ണ് നമ്മളോട് പറയുന്നത്.
നല്ല വൃത്തിയിലും വെടിപ്പിലും കൊടുക്കുന്ന ഭക്ഷണം, രോഗമില്ലാത്തതും വൃത്തിക്ക് അറുത്തതുമായ മാംസം, ഇത്തരത്തിൽ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം, അതായത് അനുവദനീയമായ ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണത്തിന്റെ അർത്ഥം. ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണം എന്നതിൻ്റെ അർത്ഥമെന്ന്. തെറ്റി നിങ്ങൾക്ക് അർത്ഥം തെറ്റി. ജിഹാദികളുടെ മൂട് താങ്ങി നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റിയ ഭക്ഷണമെന്നാണ് ഹലാൽ ഭക്ഷണം എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ആർക്കും ഒരു സംശയവും കൂടാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണമെന്നല്ല. കാരണം ആർക്കും എന്ന് പറയുമ്പോൾ അതിൽ ഞാനും ഉൾപ്പെടും. ഞാൻ ഒരിക്കലും ഹലാൽ ഭക്ഷണം സംശയം കൂടാതെ കഴിക്കില്ല. അത് ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ നിന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഒരു ഫംഗ്ഷന് പോയാൽ പോലും 2 വട്ടം ആലോചിച്ചിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ. അത് സുന്നികളുടെ ഇതാണോ മുജാഹിദാണോ, അവിടെ ഉസ്താദ് വന്നിരുന്നോ, ഭക്ഷണത്തിൻ്റെ അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഉസ്താദ് പോയിരുന്നോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങളുടെ വീട്ടിൽ ചെന്നാൽ അവർ തരുന്നത് ഞാൻ കഴിക്കും. അതെനിക്ക് അവരിലുള്ള വിശ്വാസം കൊണ്ടാണ്, അവരെനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതല്ല സ്ഥിതി. ചിലപ്പോൾ ഉസ്താദ് വന്ന് തുപ്പിയ ഫുഡായിരിക്കും അവിടെ വിളമ്പുന്നത്. ഉസ്താദ് മന്ത്രിച്ചൂതുന്നത് പോലെ ഭക്ഷണത്തിൽ പ്രാർത്ഥിച്ചു തുപ്പിയാൽ അതൊരു ബർക്കത്താണ് എന്നാണ് ചില മുസ്ലിം സെക്റ്റുകൾ വിചാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ബീഫിൻ്റെ ചെമ്പിലും ബിരിയാണി ചെമ്പിലും ഉസ്താദ് തുപ്പുന്നത് കണ്ടോ? ഇതൊക്കെ ഇവർക്കൊരു സാധാരണ സംഭവമാണ്. അനിൽ മുഹമ്മദിനെ പോലുള്ള നിഷ്പക്ഷ ജിഹാദികൾ വന്നിട്ട് പറയും ഉസ്താദ് ബീഫിലെ പൊടി ഊതി കളഞ്ഞതാണെന്ന്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന നമുക്കത് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. ആ ന്യായീകരണം കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. തുപ്പാണ്. ഉസ്താദിൻ്റെ തുപ്പൽ അകത്ത് ചെല്ലുന്നത് എന്തോ പുണ്യമാണ്, ഉസ്താദ് തുപ്പിയാലേ ഇത് ഹലാലാകൂ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർക്കത് പ്രശ്നമില്ലായിരിക്കാം. പക്ഷെ നമുക്കങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇവരുടെയൊക്കെ ഫംഗ്ഷന് പോയാൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേക അന്വേഷണമൊക്കെ നടത്താറുള്ളത്. കാരണം അത് ഇങ്ങനെ ഉസ്താദ് വന്ന് ഭക്ഷണത്തിൻ്റെ ആ ഏരിയയിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ടാന്ന് പറയും. ഇത് ഈ കല്യാണം പോലെയുള്ള ഫംഗ്ഷന് മാത്രമല്ല കേട്ടോ. മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ സൗജന്യമായിട്ട് ഭക്ഷണ വിതരണമൊക്കെ നടത്താറുണ്ടല്ലോ. ചിലപ്പോൾ എല്ലാ മതക്കാരും ഇവിടെ നടത്താറുണ്ട്. ആശുപത്രികളിലൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരിക്കുന്ന ആളുകളുടെയൊക്കെ സൗജന്യ ഭക്ഷണ വിതരണമൊക്കെ ഉണ്ട്. അതല്ലാതെ ചില പ്രത്യേക ഫംഗ്ഷനുകൾ വരുമ്പോൾ ആ പ്രദേശത്ത് സൗജന്യ ഭക്ഷണ വിതരണം നടത്താറുണ്ട്. ഇതേപോലെ തന്നെ ചില പ്രത്യേക സമയങ്ങളിൽ മുസ്ലിങ്ങളും ചെയ്യാറുണ്ട്. ഇത് അവരുടെ പള്ളീനെ ബേസ് ചെയ്തുകൊണ്ട് സൗജന്യമായിട്ടുള്ള ഭക്ഷണ വിതരണമൊക്കെ. അങ്ങനെയുള്ള ഭക്ഷണ വിതരണങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. ഇതുപോലെ ഉസ്താദ് തുപ്പിത്തരുന്ന ഭക്ഷണമൊക്കെ ആയിരിക്കും അത്. അപ്പം ഇങ്ങനെ ഉസ്താദ് തുപ്പിത്തരുന്ന ഈ ഭക്ഷണത്തെക്കുറിച്ചാണ് 4-2Kയിലെ പെണ്ണ് നമ്മളോട് പറയുന്നത്. ഒരു സംശയവുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഹലാൽ എന്ന്. ഞാൻ ഈ ക്ലിപ്പ് ആവർത്തിച്ച് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ജിഹാദികൾ കൊടുക്കുന്ന $1 മുന്നിൽ സകല മാധ്യമധർമ്മവും പണയം വെച്ച് അവരുടെ വാലാട്ടികളായി നടക്കുന്ന കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. ജിഹാദികൾ എഴുതി കൊടുക്കുന്നത് എന്താണോ അത് ടെലിപ്രോംപ്റ്ററിൽ നോക്കി വായിക്കുക എന്നതാണ് മാധ്യമപ്രവർത്തനം എന്ന് ചിന്തിച്ച് നടക്കുന്ന കുറേ എണ്ണം നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരുണ്ട്. ഇവരോടൊക്കെ നമ്മൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ജിഹാദികളുടെ ഫണ്ടിങ് ഉള്ള കാലത്തോളം ഇവരിത് തന്നെയേ ചെയ്യുകയുള്ളൂ. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് കിട്ടുന്നതനുസരിച്ച് ഇവരിത് തന്നെ പിന്നെയും വെളുപ്പിക്കാൻ വേണ്ടി അവരെഴുതി കൊടുക്കുന്നത്. ഇവർ തയ്യാറാക്കുന്ന വാർത്തയൊന്നുമല്ല. ജിഹാദികൾ എഴുതി കൊടുക്കുന്നത് അങ്ങനെ തന്നെ ടെലിപ്രോംപ്റ്ററിൽ നോക്കി വായിക്കുക, അത്രയേ ഉള്ളൂ ഇവർ ചെയ്യുന്നത്. അപ്പം പിന്നെ നമുക്ക് അതിനെതിരെയുള്ള പ്രതിരോധം എന്ന് പറയുന്നത് ജിഹാദികൾക്ക് വേണ്ടി ഇവർ നടത്തുന്ന കൊലൂത്തുകളുണ്ടല്ലോ, ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് തുറന്നു കാണിച്ചുകൊണ്ട് പരമാവധി അവരെ എക്സ്പോസ് ചെയ്യുക. അതുമാത്രമേ നമ്മുടെ മുമ്പിൽ ഒരു പ്രതിരോധമായിട്ടുള്ളൂ. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഇത്തിരിയെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ നാളെ ജിഹാദികൾ എഴുതി കൊടുക്കുന്നത് വായിക്കുന്നതിന് മുമ്പ് അവർ 2 വട്ടം ആലോചിക്കുകയെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇത് എടുത്തിട്ട് കീറി മുറിച്ച് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുള്ള ആ ഒരു ചിന്ത, നാണോമാനമുള്ളവർക്ക് ആ ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ടീം
ഇവരെ എഴുതി കൊടുക്കുന്നത് അങ്ങനെ തന്നെ ഇനി വായിക്കാതിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. നോൺ ഹലാൽ ബോർഡ് വെച്ച ആ തുഷാര ചേച്ചി ഉണ്ടല്ലോ, നന്ദൂസ് കിച്ചൺ എന്ന് പറയുന്നത്, ആ തുഷാര ചേച്ചിനെ ഈ പെണ്ണ് ആവർത്തിച്ച് പമ്പര വിഡ്ഢി എന്ന് വിളിക്കുന്നുണ്ട്. അറബിദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്ത മാംസവും ഈച്ച വീണ പാനീയവും തൊഴിലാളികൾ തുപ്പിയ ചപ്പാത്തിയും പൊറോട്ടയും ഉസ്താദ് തുപ്പിയ ബിരിയാണിയും തൻ്റെ ഹോട്ടലിൽ വിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ തൻ്റെ ഹോട്ടലിന് മുമ്പിൽ നോൺ ഹലാൽ ബോർഡ് വെച്ചതിന് അവരെ പമ്പര വിഡ്ഢി എന്നൊക്കെ വിളിക്കുന്ന ഒരു പെൺകുട്ടി അർഹിക്കുന്നത് ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. ഒരു പെണ്ണല്ലേ, അവരങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് ഈ വീഡിയോയ്ക്ക് കീഴെ ഒരു ജിഹാദിയും കമൻ്റ് ഇട്ടുകൊണ്ട് വരണ്ട. നോൺ ഹലാൽ ബോർഡ് വെച്ച ആ തുഷാര ചേച്ചിയും ഒരു സ്ത്രീയാണെന്നുള്ള വിചാരം അവരെ സോഷ്യൽ മീഡിയയിൽ അവമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കുണ്ടായിരുന്നില്ലല്ലോ. അവരാരെയും പമ്പര വിഡ്ഢിയെന്ന് വിളിക്കാനോ ചീത്ത വിളിക്കാനോ ഒന്നും പോയിട്ടില്ല. അവരുടെ ഹോട്ടലിൽ എന്താണ് വിൽക്കുന്നത്, എന്തൊക്കെ വിൽക്കില്ല എന്ന് തൻ്റെ ഹോട്ടലിൽ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബോർഡ് വെച്ചത് മാത്രമേ ഉള്ളൂ. അതാണ് അവർ ചെയ്ത അപരാധം. അതിൻ്റെ പേരിൽ അവരെ നിരന്തരമായി ജിഹാദികൾക്ക് ആക്ഷേപിക്കാമെന്നുണ്ടെങ്കിൽ ജിഹാദികളുടെ ഫണ്ട് വാങ്ങി പച്ചക്കള്ളം പറയുകയും നോൺ ഹലാൽ ബോർഡ് വെച്ച സ്ത്രീയെ പമ്പരവിഡ്ഢി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നവളെ ചീത്തയോ തെറിയോ ഒന്നും വിളിക്കാതെ വസ്തുതകൾ മാത്രം നിരത്തിവെച്ച് എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ വരും. അവർക്കും വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അവർക്ക് മാത്രമല്ല, ജിഹാദികൾക്കും കാര്യം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ക്രീൻഷോട്ട് നോക്കാം. അഷ്റഫ് അച്ചു എന്ന പ്രൊഫൈൽ ഉപയോഗിക്കുന്നവൻ പറയുന്നത്, എടോ സംഘികളെ, ചത്തതിനെ അല്ലെങ്കിൽ ശവത്തിനെ തിന്നരുത് എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളോടല്ല മനുഷ്യരോടാണ്. ഈ ഹലാൽ ബോർഡ് വയ്ക്കുന്ന കഴുതകൾ പോലും നാടിനാപത്ത് എന്നാണ് ഈ അഷ്റഫ് അച്ചു പറഞ്ഞത്. അയാൾ അവസാനം പറഞ്ഞതിനോട് ഞങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ ആഹാരത്തിൽ പോലും മതം കലർത്തിക്കൊണ്ട് ഹലാൽ ബോർഡ് വയ്ക്കുന്ന കഴുതകൾ ഈ നാടിന് മാത്രമല്ല ലോകത്തിന് തന്നെ ആപത്താണ്. അത് ഞങ്ങൾ 100% അംഗീകരിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ചത്തതിനെ അഥവാ ശവത്തിനെ തിന്നരുതെന്ന് പറഞ്ഞത് മുസ്ലിങ്ങളോടല്ല മനുഷ്യരോടാണെന്നുള്ളത്, അത് ഉമ്മാരുടെയൊക്കെ തക്കിയാണ്. കാരണം ഖുർആൻ സംസാരിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമല്ല, മുസ്ലിങ്ങളോട് മാത്രമാണ്. അതും അറബി മുസ്ലിങ്ങളോട്, അല്ലെങ്കിൽ അറബി അറിയാവുന്ന മുസ്ലിങ്ങളോട് മാത്രം. അതുകൊണ്ടാണ് മുഹമ്മദ് പറഞ്ഞത് ഖുർആൻ ശത്രുക്കളുടെ കയ്യിൽ എത്തിപ്പെടരുതെന്ന്. ശവം തിന്നരുതെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് മുസ്ലിങ്ങളോട് മാത്രമാണെന്ന് ആ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. സൂറ 5:3 പറഞ്ഞിരിക്കുന്നത്. സൂറ 5-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അല്ലയോ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതായത് മുസ്ലിങ്ങളെയാണ് ആ അധ്യായം സംബോധന ചെയ്യുന്നത്. മുസ്ലിങ്ങളോടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ആവശ്യപ്പെടുന്നത്. അതിനെയാണ് ജിഹാദികളൊക്കെ വളച്ചൊടിച്ച് മുസ്ലിങ്ങളോടല്ല മനുഷ്യരോടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തള്ളുന്നത്. ഇത് പണ്ടത്തെ കാലമല്ല. നിങ്ങളൊക്കെ പറയുന്ന ഓരോ വാചകവും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വിചാരം നിങ്ങൾക്ക് ഇനിയെങ്കിലും വേണം. മനസ്സിലായോ? അല്ലാതെ പണ്ടത്തേതുപോലെ നിങ്ങൾ എന്ത് മണ്ടത്തരം വിളിച്ചു പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്നുള്ള ആ വിചാരം അത് വിട്ടുകളാ. നിങ്ങളൊന്നും ഒരാൾക്കും വിശ്വാസമില്ല. നിങ്ങൾ മതം വളർത്താൻ വേണ്ടി എന്ത് വൃത്തികേടും പറയും, എന്ത് നുണയും പറയും, എന്ത് തട്ടിപ്പും കാണിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇമ്മാതിരി തക്കിയൊക്കെ കൊണ്ടുപോകും. ഇനി ഇവർ ഈ പറയുന്നത് പോലെ ശവം തിന്നരുതെന്നാണോ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? ആണോ? ഒറ്റ വായനയിൽ നമുക്ക് അങ്ങനെ തോന്നും. എന്നാൽ പതിവ് പോലെ സംഭവം നേരെ തിരിച്ചാണ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശവം തിന്നോ എന്നാണ് ഖുർആനിൽ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശവം തിന്നോ, ചത്തതോ ചീഞ്ഞതോ എന്ത് വേണമെങ്കിലും നിങ്ങൾ തിന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പന്നിമാംസം വരെ, പന്നിയിറച്ചിയോ രക്തമോ ശവമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിന്നോന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശപ്പില്ലാത്തപ്പോൾ തിന്നരുത്, വിശപ്പുള്ളപ്പോൾ തിന്നോളാൻ. മനസ്സിലായോ? തക്കിയ കാണിക്കുന്നതിൽ അതിവിദഗ്ധന്മാരായ മുസ്ലിങ്ങൾ പൊതുവെ സൂറ 5:3 പറയുമ്പോൾ ഈ വിശക്കുമ്പോൾ നിങ്ങൾ ശവം തിന്നോ എന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഭാഗം അത് പറയാറില്ല. മനസ്സിലായോ? വിശക്കുമ്പോൾ നിങ്ങൾ ശവമോ രക്തമോ പന്നിമാംസമോ അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുത്തതോ വീണിയാത്തതോ എന്ത് വേണമെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും നിങ്ങൾ തിന്നോ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അത് മുസ്ലിങ്ങളോട് പറയില്ല. അതിന് ഞാനൊരു ഉദാഹരണം ഇപ്പോൾ കാണിച്ചു തരാം. മുസ്ലിങ്ങളെ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ബിൻ ജോർജ് ഉണ്ടല്ലോ, സയ്യിദ് ബിൻ ജോർജ് നേർച്ചച്ചോറ് തിന്നാൻ പാടില്ല എന്ന് മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സൂറ 5:3 ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടിച്ചത്തത്, അടിച്ചു കൊന്നത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവനോടെ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്നൊഴിവാകുന്നു.
പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു എന്ന് പറഞ്ഞ് ആയത്ത് അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് സയ്യിദ് ഇബ്നു ജോർജ്. എന്നാൽ അത്രയേ ഉള്ളൂ ആ ആയത്ത്? ഉള്ളോ? അല്ല, അതിൻ്റെ ബാക്കിയുമുണ്ട്. അതിവർ പറയാറില്ല. എന്താ പറയാത്തതെന്ന് അറിയാമോ? അതിന് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും വേണ്ട. ആ ആയത്ത് അർത്ഥം അറിയാവുന്ന ഭാഷയിൽ വായിച്ചാൽ മാത്രം മതി, കാര്യം പിടികിട്ടും. ആ കാര്യം പിടികിട്ടും എന്നുള്ളത് കൊണ്ടാണ് സയ്യിദ് ഇബ്നു ജോർജ് ആയത്ത് മുഴുവൻ കൊടുക്കാത്തത്. അബുൽ അഅ്ല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൽ നിന്നും ആ ഖുർആൻ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹിംസ്രജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിന് മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലിയറുക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതും നിഷിദ്ധമാകുന്നു. ഇതെല്ലാം കടുത്ത അധർമ്മമാകുന്നു. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹിതാഹിത നിയമങ്ങൾ പാലിക്കുവിൻ. വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെയല്ലാതെ അസഹ്യമായ വിശപ്പ് കൊണ്ട്, ഇനിയുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായതിനാൽ ഇവയിലേതെങ്കിലും തിന്നേണ്ടി വന്നാൽ നിസംശയം അല്ലാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. സൂറ 5:3. ഈ അവസാന ഭാഗത്ത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മുസ്ലിമിന് 2 നേരം ഭക്ഷണം കിട്ടിയില്ല. രാവിലെയും കിട്ടില്ല, ഉച്ചയ്ക്കും കിട്ടില്ല, വൈകുന്നേരം ആയപ്പോഴേക്കും ഒടുക്കത്തെ വിശപ്പ്, അസഹ്യമായ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ആ മുസ്ലിമിനോട് എന്ത് ചെയ്തോളാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുത്തതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തതും തമ്മിൽ കുത്തിച്ചത്തതും ഹിംസ്രജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലിയെറുക്കപ്പെട്ടതും എന്ന് വേണ്ട കണ്ണി കണ്ട എന്തും തിന്നോളാനാണ് അല്ലാഹു മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വിശപ്പുണ്ടെങ്കിൽ ശവം വേണമെങ്കിലും നിങ്ങൾ തിന്നോന്ന്. വിശപ്പില്ലാത്തപ്പോൾ ചുമ്മാ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ശവവും രക്തവും പന്നിമാംസവും ചത്തതും ചീഞ്ഞതൊന്നും തിന്നരുത്. വിശപ്പുണ്ടെങ്കിൽ മാത്രമേ തിന്നാവൂ എന്നാണ് പ്രമാണത്തിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ ചാണകവും മൂത്രവും നജസല്ല, അത് മുസ്ലിങ്ങൾക്ക് ഹലാലാണ്, അത് കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? വിശപ്പുണ്ടെങ്കിൽ പന്നിമാംസവും മുസ്ലിങ്ങൾക്ക് ഹലാലായി മാറും. പന്നിമാംസം ഹലാലാവും. അസഹ്യമായ വിശപ്പാണ്, കഴിക്കാൻ വേറൊന്നും കിട്ടുന്നില്ല, പന്നിമാംസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഹലാലാണ്, നിങ്ങൾ കഴിച്ചോന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ ചാണകവും മൂത്രവും ഹലാലാണ്, മുസ്ലിങ്ങൾക്ക് അതും കഴിക്കാമെന്നുള്ള പ്രമാണം വെച്ച് നോക്കുമ്പോൾ പന്നിമാംസം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. വിശപ്പ് വന്ന സമയത്ത് പന്നി ഹലാലാണ്, പക്ഷെ പന്നിമാംസം കിട്ടാനില്ല, പന്നിക്കാട്ടം മാത്രമേ കിട്ടാനുള്ളൂ എന്ന സ്ഥിതിയിലാണെങ്കിലോ മുസ്ലിങ്ങൾക്ക് പന്നിപ്പാട്ടവും കഴിക്കാം, അവർക്കത് കഴിക്കാമെന്നേ. മുസ്ലിങ്ങൾക്ക് പന്നിക്കാട്ടവും കഴിക്കാം, ഒരു കുഴപ്പമില്ല. പ്രമാണമാണ് പറയുന്നത്, നമ്മളാരുമല്ല. മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ കാട്ടവും മൂത്രവും കഴിക്കാം. വിശപ്പ് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഭക്ഷണം കിട്ടാനില്ലെങ്കിൽ പന്നിമാംസവും ഹലാലായി മാറും. ആ സമയത്ത് പന്നിമാംസവും കിട്ടാനില്ല, പന്നിക്കാട്ടം മാത്രമേ കിട്ടാനുള്ളെങ്കിൽ അത് കഴിച്ചോളാം. ഞങ്ങളാരും പറയുന്നൊന്നുമല്ല, ഇത് നിങ്ങളുടെ പ്രമാണം പറയുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഗതികെട്ട ദയനീയാവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ സൂറ 5:3 ഉദ്ധരിക്കുമ്പോൾ അത് പൂർണ്ണമായി ഉദ്ധരിക്കാതെ അവർക്ക് പ്രശ്നമുണ്ടാകുന്ന ഭാഗം നൈസായിട്ട് അങ്ങ് വെട്ടിമാറ്റുന്നത്. ഇത് ഇവരുടെ പണ്ടേയുള്ള ശീലമാണ്. ഖുർആൻ പലവട്ടം എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ, പലവട്ടം തിരുത്തിയിട്ടുണ്ട്. ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ ഇവന്മാർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് ഖുർആന്റെ ക്രോഡീകരണ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കാണാം, രസമാണ്. കുറേ സാധനം കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലും അങ്ങനെ തന്നെ അവർ ചെയ്യണം. ആ ആയത്ത് പറയുമ്പോൾ മൊത്തം പറയില്ല, അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗം അങ്ങ് കളയും. വിശപ്പുണ്ടെങ്കിൽ ശവവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതൊക്കെ തിന്നോ എന്ന് മുസ്ലിങ്ങളോട് ഖുർആൻ പറയുന്നത് ഈ ഒറ്റ ഒരു ആയത്തിൽ മാത്രമല്ല കേട്ടാ, വേറെയും കുറേ ഇടങ്ങളിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ചിലത് ഞാൻ വായിക്കാം. സൂറ 2:173. ശവം, രക്തം, പന്നിമാംസം അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായി തീർന്നാൽ അവൻ്റെ മേൽ കുറ്റമില്ല. എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സൂറ 2:173. ഇനി സൂറ 16:115. ശവം, ചോര, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട ജന്തുക്കൾ
ഇവയാണ് അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ വല്ലവനും വിശപ്പിനാൽ നിർബന്ധിതനായി ഗത്യന്തരമില്ലാതെ ഈ വസ്തുക്കൾ ആഹരിച്ചാൽ അവൻ ദൈവിക നിയമങ്ങളോട് ധിക്കാരം ഭാവിക്കാത്തവനും അനിവാര്യതയുടെ അതിര് വിട്ട് കടക്കാത്തവനുമാണെങ്കിൽ അപ്പോൾ നിശ്ചയമായും അള്ളാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. സൂറ 16:115. ഇനി സൂറ 6:145. പ്രവാചകനെ അവരോട് പറയുക, എനിക്ക് ലഭിച്ചിട്ടുള്ള ദിവ്യ സന്ദേശത്തിൽ ഭക്ഷിക്കുന്നവന് നിഷിദ്ധമാക്കപ്പെട്ടതായി ഒന്നും ഞാൻ കാണുന്നില്ല. അത് ശവമോ ഒഴുക്കപ്പെട്ട രക്തമോ പന്നിമാംസമോ ആയാലല്ലാതെ. ഇവ അശുദ്ധങ്ങളാകുന്നു. അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട് കുറ്റകരമായി തീർന്നതും അല്ലാതെ. ഇനി ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ ധിക്കാരം ഉദ്ദേശിക്കാതെയും നിർബന്ധിതമായതിനപ്പുറം കടക്കാതെയും ഇവയിൽ വല്ലതും ഭക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായും നിന്റെ നാഥൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനും ദയാപരനുമാകുന്നു. സൂറ 6:145. വിശപ്പിനാൽ നിർബന്ധിതനാകുന്ന അവസരം വന്നാൽ, അഥവാ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയായാൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ കിട്ടുന്നതെന്തും തട്ടി പള്ള നിറച്ചോ എന്നാണ് മുസ്ലിങ്ങളോട് ഖുർആൻ പറയുന്നത്. ആ ഖുർആനും കയ്യിൽ വെച്ചിട്ടാണ് ഇവന്മാർ നമ്മളോട് പറയുന്നത് ശവത്തിനെ തിന്നരുതെന്ന് മനുഷ്യരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന്. ഇങ്ങനെയുള്ള തക്കിയുടെ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് മുസ്ലിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി വിശപ്പുണ്ടെങ്കിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് ശവം തിന്നാൻ പാടുള്ളൂ എന്ന് നാം പരിശോധിച്ചാൽ അല്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം. അതറിയാൻ വേണ്ടി നാം ഖുർആൻ മാത്രമല്ല ഹദീസുകളും പരിശോധിക്കേണ്ടി വരും. ഖുർആനിലെ ആയത്തുകൾ നേരത്തെ പറഞ്ഞല്ലോ, അത് പലവട്ടം തിരുത്തപ്പെട്ടിട്ടുള്ളവയാണ്. ആദ്യകാലത്ത് മലക്കും മുഹമ്മദുമാണ് തിരുത്തിയതെങ്കിൽ പിൽക്കാലത്ത് സ്വഹാബിമാരും പണ്ഡിതന്മാരും ഒക്കെയാണ് ഖുർആൻ തിരുത്തിയിട്ടുള്ളത്. തിരുത്തപ്പെട്ട ഖുർആൻ എന്നതല്ല ഇപ്പോഴത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ദൈവം അനുവദിച്ചാൽ അക്കാര്യം നമുക്ക് പിന്നെ ഒരിക്കൽ നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം വേറെയാണ്. മൻസൂഖ്, നസ്ഖ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പേര് കൊടുത്തിട്ടുള്ളൊരു സംഗതി ഖുർആനിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സർവജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന ആളാണല്ലോ ഖുർആനിലെ അള്ളാഹു. ആ ചങ്ങായി ഓരോ ഓളത്തിനൊരു കാര്യം അങ്ങ് പറയും, പിന്നെയാണ് മനസ്സിലാകുക ഈ പറഞ്ഞത് അബദ്ധമായിപ്പോയി എന്ന്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്ന അറിയാമോ? ആദ്യം പറഞ്ഞ് അങ്ങ് തിരുത്തി പറയും. അതായത് നമ്മുടെ ഭാഷയിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന പരിപാടി തന്നെ. ഇത് പലവട്ടമായപ്പോൾ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദിനോട് ചോദിക്കാൻ തുടങ്ങി, നീ പറയുന്ന ഈ അള്ളാഹു വാക്കിന് വ്യവസ്ഥയുള്ളവനല്ലോ എന്ന്. അതിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സൂറ 16:101. ഒരു വേദവാക്യത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ അള്ളാഹു ആകട്ടെ താൻ അവതരിപ്പിക്കുന്നതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് താനും. അവർ പറയും, നീ കെട്ടിച്ചമച്ച് പറയുന്നവൻ മാത്രമാകുന്നു എന്ന്. അല്ല, അവരിൽ അധികം പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. സൂറ 16:101. നാട്ടുകാർക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ പേരിൽ തോന്നുമ്പോൾ മുഹമ്മദ് ഓരോന്ന് അടിച്ചു വിടുന്നതാണ് ഈ ഖുർആൻ എന്ന്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതൊക്കെ നീ കെട്ടിച്ചമച്ച് പറയുന്നതല്ലേ എന്ന്. കാരണം ഒരു വേദവാക്യത്തിൻ്റെ സ്ഥാനത്ത് പകരം മറ്റൊരു വേദവാക്യം, അത് ആയത്ത് റദ്ദ് ചെയ്ത് കളയാണ്. മനസ്സിലായി, ആയത്ത് അബദ്ധമായിപ്പോയി എന്ന് മനസ്സിലായി. അപ്പോൾ അതെടുത്ത് കളഞ്ഞു, എന്നിട്ട് പകരം വേറെ എണ്ണം കൊണ്ടുവരികയാണ്. ഇത് സാധാരണ മനുഷ്യനിത് ചെയ്യും. പക്ഷെ സർവജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഇത് വരാൻ പാടില്ല. ഇത് ഞാനിങ്ങനെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, ഈ പ്രശ്നങ്ങൾ കാരണം ഇത് മാറ്റിയിട്ട് വേറെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതൊക്കെ അയാൾക്കറിയാം. മാനുഷികമായ നിലയിൽ സംഭവിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഈ നാട്ടുകാർക്ക് മനസ്സിലായി ഇത് മുഹമ്മദ് പറയുന്നതാണ്. മുഹമ്മദ് ആദ്യ ഒരെണ്ണം പറയും, അത് അബദ്ധമായി എന്ന് കാണുമ്പോൾ മുഹമ്മദ് അത് മാറ്റി വേറെ കൊണ്ടുവരുന്നതാണ്. ഏതായാലും ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയുന്ന പരിപാടിക്ക് മലക്ക് ഒരു ന്യായീകരണം പറയുന്നുണ്ട്. അത് നമുക്ക് സൂറ 2:106 വായിക്കാം. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. സൂറ 2:106. തള്ളിന് മാത്രം ഒരു കുറവില്ലാട്ടാ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു പണ്ട് പറഞ്ഞ ഏതെങ്കിലും ആയത്ത് ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എന്താ ചെയ്യുന്നത്? അത് ദുർബലപ്പെടുത്തും, അല്ലെങ്കിൽ വിസ്മരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ കൊണ്ടുവരും. സൊല്യൂഷൻ കണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ ഉത്തമമായ ആയത്ത് ആദ്യമേ തന്നെ ഇങ്ങ് തന്നാൽ പോരായിരുന്നോ? വെറുതെ എന്തിനാണ് നാണം കെടാൻ നിന്നതെന്ന് ചോദിക്കാനുള്ള ബുദ്ധിയും ബോധവും 14 നൂറ്റാണ്ടായി ഇസ്ലാമിക ലോകത്ത് ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം ഇന്നും നിലനിന്ന് പോരുന്നത്. ഇങ്ങനെ ഖുർആനിലെ ആയത്തുകളെ ദുർബലപ്പെടുത്തുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്യുന്ന ഈ കലാപരിപാടിക്ക് മുസ്ലിം പണ്ഡിതർ പറയുന്ന പേരാണ് മൻസൂഖ് എന്നത്. ദുർബലപ്പെടുത്തുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്തിട്ട് പകരം മലക്ക് ഓതിക്കൊടുത്തെന്ന് പറയപ്പെടുന്ന ആയത്തുകൾക്ക് പറയുന്ന പേര് നസ്ഖ് എന്നാണ്. ഖുർആനിലെ ഏതെല്ലാം ആയത്തുകളാണ് മൻസൂഖ്, ഏതെല്ലാം ആയത്തുകളാണ് നസ്ഖ് എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതർക്കിടയിൽ ഏകാഭിപ്രായമൊന്നുമല്ല ഉള്ളത്. മൻസൂഖായതെന്ന് ചിലർ കരുതുന്ന ആയത്തുകൾ മറ്റു ചിലരുടെ ദൃഷ്ടിയിൽ മൻസൂഖല്ല. ചിലർ വാദിക്കുന്നത് മൻസൂഖായ ആയത്തുകൾ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. മറുഭാഗത്തുള്ളവർ വാദിക്കുന്നത് ഖുർആനിലെ എല്ലാ ആയത്തുകളും ഒരു ഇസ്ലാം മതവിശ്വാസി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്, കടപ്പെട്ടവനാണെന്നാണ്.
ചുരുക്കത്തിൽ മലക്ക് അല്ലെങ്കിൽ മുഹമ്മദ് റദ്ദ് ചെയ്ത ആയത്തുകൾ ഏത്, സ്ഥിരപ്പെടുത്തിയ ആയത്തുകൾ ഏത് എന്നറിയാതെ പാവം മുസ്ലിം പണ്ഡിതന്മാർ ഇരുട്ടിൽ തപ്പുകയാണ്. അന്ധന്മാർ ആനയെ കണ്ടതുപോലെ ഇവർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല. മൻസൂഖ് നസ്ഖൊക്കെ നമ്മുടെ വേറെ വിഷയമാണ്. അത് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ദൈവം അനുവദിച്ചാൽ ചെയ്യാം. ഖുറാനിലെ നിയമങ്ങൾ റദ്ദ് ചെയ്ത് പകരം വേറെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവൻ ഖുറാനിലില്ല. റദ്ദ് ചെയ്ത് പകരം കൊണ്ടുവന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇന്നതാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. പറയുക മാത്രമല്ല, ചിലതൊക്കെ ആൾ ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഖുറാനിലെ ഏതെങ്കിലും ഒരു ആയത്തിലുള്ള നിയമത്തിനെതിരായി മുഹമ്മദ് എന്തെങ്കിലും ചെയ്തതായി ചെയ്തതായിട്ടുള്ള ഹദീസ് കണ്ടാൽ സാമാന്യബോധമുള്ള നമ്മളെന്താ പറയുക? അള്ളാഹുവിൻ്റെ വാക്ക് പോലും അനുസരിക്കാത്ത ഒരുത്തനായിപ്പോയി, അള്ളാഹുവിൻ്റെ വാക്കിന് പോലും വിലയില്ലാത്ത ഒരുത്തനാണല്ലോ ഈ പ്രവാചകനെന്ന് നമ്മൾ പറയും. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ അങ്ങനെയല്ല അത് കാണുന്നത്. അവർ മനസ്സിലാക്കുന്ന വേറെ വിധത്തിലാണ്. എന്താണ്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ നിയമമുണ്ടല്ലോ, ആ നിയമം അടങ്ങിയ ആയത്ത് അത് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പകരം നബി ഇപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ മാതൃകയുണ്ടല്ലോ, അതിനെതിരായിട്ട് ചെയ്ത് കാണിച്ച ഇതാണ് അള്ളാഹു പകരം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇനി മുതൽ തങ്ങൾ പിൻപറ്റേണ്ടത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യമല്ല, നബി ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ കാര്യമാണ്. ഈ മാതൃകയാണ് പിൻപറ്റേണ്ടത്. അത് ചെയ്ത് കാണിക്കൽ മാത്രമല്ല, ചിലത് പറഞ്ഞിട്ടുണ്ടാവും. ഖുർആനിൽ എന്തെങ്കിലും ഒരു നിയമം പറഞ്ഞിട്ടുണ്ടാവും. മുഹമ്മദ് സ്വഹാബിമാരോട് അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പറഞ്ഞ കാര്യം അത് അറിഞ്ഞ് ആ ഹദീസ് കണ്ടാലും മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മളൊന്നും മനസ്സിലാക്കുന്ന പോലെയല്ല. അള്ളാഹുവിൻ്റെ വാക്കിന് കാക്കാശിൻ്റെ വില കൊടുക്കാത്ത ഒരുത്തനാണല്ലോ ഈ പ്രവാചകനെന്നല്ല അവർ ചിന്തിക്കുക. മറിച്ച് അത് റദ്ദ് ചെയ്യപ്പെട്ടു പോയി. പകരം ഇനി മുതൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് കാണിച്ച ഈ മാതൃക, ഈ നിയമമാണ്, ഇതാണ് ഇനി മുതൽ നിയമം. ഇങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആയത്ത് ഇവർ തള്ളും. ഖുർആനും ഹദീസും പരസ്പര വിരുദ്ധമായിട്ട് വന്നാൽ ഖുർആൻ ആയത്ത് തള്ളും, എന്നിട്ട് ഹദീസ് ഇവർ സ്വീകരിക്കും. നമ്മളോടൊക്കെ പറയുന്നത് നേരെ തിരിച്ചാണ്. ഖുർആനാണ് ഞങ്ങളുടെ ഫൈനൽ അതോറിറ്റി, ഖുർആനും ഹദീസും പരസ്പരം എതിരായിട്ട് വന്നാൽ ഹദീസ് തള്ളി ഞങ്ങൾ ഖുർആൻ ആയത്ത് സ്വീകരിക്കുന്നൊക്കെ ഇവർ നമ്മളോട് പറയും. തക്കിയാണ് തക്കിയ. അത് നമ്മളോട് മാത്രമല്ല, സാധാ മുസ്ലിങ്ങളോടും ഇവരെ പണ്ഡിതന്മാരെടുക്കുന്ന തക്കിയാണ്. അവരോട് അങ്ങനെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് ഇവർ നമ്മുടെ അടുത്തും പറയുന്നത്, സാധാ മുസ്ലിങ്ങൾ. പക്ഷെ ഇത് തക്കിയാണ്. ഖുർആനും ഹദീസും പരസ്പരം എതിരായിട്ട് വന്നാൽ ഖുർആനായത്ത് എടുത്ത് ചവറ്റുകൊട്ടയിലിടും, എന്നിട്ട് ഹദീസ് ഇവരെടുക്കും. ഇതാണ് ഇവരുടെ പ്രമാണം. നിയമം അങ്ങനെയാണ് പറയുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ശരീഅത്ത് നിയമമാണല്ലോ. ശരീഅത്ത് നിയമമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് കല്ലെറിഞ്ഞു കൊല്ലാനല്ല, വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാനല്ല, വ്യഭിചാരികൾക്ക് 100 ചാട്ടവാറടി കൊടുക്കാനാണ്. എന്നാൽ ഹദീസിൽ കാണുന്നത് അങ്ങനെയല്ല, വ്യഭിചാരികളെ മുഹമ്മദ് കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ്. അതാണ് നമ്മൾ ഹദീസിൽ കാണുന്നത്. അപ്പോൾ വ്യഭിചാരികൾക്ക് 100 ചാട്ടവാറടിയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഖുർആൻ ആയത്തിനെ ഇസ്ലാമിക പണ്ഡിതന്മാർ ചവറ്റുകൊട്ടയിൽ തള്ളിയിട്ട് ഹദീസിൽ മുഹമ്മദ് കാണിച്ചു കൊടുത്ത കാര്യം, അതായത് വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ കാര്യം ഇവർ നിയമമാക്കുകയും ചെയ്തു. ഇസ്ലാമിക രാജ്യങ്ങളിലെ ശരീഅത്ത് നിയമങ്ങളിലെല്ലാം വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിൻ്റെ അടിസ്ഥാനം ഖുർആനല്ല, ഹദീസാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വിഷയത്തിൽ നിന്ന് പുറത്തു പോയല്ലോ എന്ന്. വിഷയത്തിൽ നിന്ന് പുറത്തു പോയിട്ടൊന്നുമില്ല. ഈ വിഷയം ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ശവവും രക്തവും പന്നിമാംസവും ചത്തതും ചീഞ്ഞതൊക്കെ തിന്നാൻ പാടുള്ളൂ എന്നുള്ള ഖുർആനിക നിയമം മുഹമ്മദ് റദ്ദ് ചെയ്തിട്ടുണ്ട്. വിശപ്പില്ലാത്ത അവസ്ഥയിൽ വെറുതെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചത്ത് ചീഞ്ഞ ശവത്തിനെ മുഹമ്മദ് തിന്നിട്ടുണ്ട്. ഹദീസ് ഞാൻ വായിക്കാം. ജാബിർ പറയുന്നു, തിരുമേനി കടൽ തീരത്തേക്ക് ഒരു സേനയെ അയച്ചു. നായകനായി അബൂ ഉബൈദയെ നിയമിച്ചു. അവർ 300 പേർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറപ്പെട്ട് കുറെ ദൂരമെത്തിയപ്പോഴേക്കും ആഹാര പദാർത്ഥങ്ങൾ തീർന്നുപോയി. സൈനികരുടെ പക്കൽ അവശേഷിച്ച ആഹാര സാധനങ്ങൾ ശേഖരിക്കാൻ അബൂ ഉബൈദ കൽപ്പിച്ചു. അവയെല്ലാം ശേഖരിച്ചു. ആകെ 2 ചാക്കിൽ ഒതുങ്ങുന്ന ഈത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾക്ക് അദ്ദേഹം എല്ലാ ദിവസവും കുറേശ്ശെ തന്നുകൊണ്ടിരുന്നു. അവസാനം അതും തീരാറായി. ഓരോ ഈത്തപ്പഴമാണ് ഓരോ നേരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇത് കേട്ടപ്പോൾ ഒരാൾ ജാബിറിനോട് ചോദിച്ചു, ഒരു ഈത്തപ്പഴം കൊണ്ട് ഞങ്ങൾക്ക് എന്താകാനാണ്? അദ്ദേഹം പറഞ്ഞു, എല്ലാം തീർന്ന് അവസാനം അതും കിട്ടാതെ വന്നപ്പോഴാണ് ആ ഓരോ ഈത്തപ്പഴത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായത്. ഒടുവിൽ ഞങ്ങൾ കടൽ തീരത്തെത്തിയപ്പോഴതാ അവിടെ കുന്നുപോലുള്ള മത്സ്യം കിടക്കുന്നു. ഞങ്ങളത് 18 ദിവസം ഭക്ഷിച്ചു. പിന്നീട് അതിൻ്റെ 2 വാരിയെല്ലുകൾ ഭൂമിയിൽ നാട്ടാൻ അബൂ ഉബൈദ കൽപ്പിച്ചു. ഉടനെ അത് നാട്ടി. ഒരു ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് ആ നാട്ടിയ എല്ലിൻ്റെ താഴ്ഭാഗത്തുകൂടെ കടന്നു പോകാൻ ഒരാളോട് അബൂ ഉബൈദ കൽപ്പിച്ചു. ആ എല്ലിന്മേൽ തട്ടാതെ അയാൾ ഭദ്രമായി കടന്നുപോയി. സ്വഹീഹുൽ ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1639. ഇത് തിമിംഗിലത്തിനെ ഇവർ കഴിച്ച കാര്യമാണ് ഈ പറയുന്നത്. നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് തിമിംഗിലം എന്ന് പറയുന്നത്. ഇത് മത്സ്യമല്ല.
എല്ലാ മത്സ്യങ്ങളും ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. എന്നാൽ തിമിംഗിലം മറ്റ് മൃഗങ്ങളെപ്പോലെ ശ്വാസകോശത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. ഓരോ വട്ടവും ശ്വാസമെടുക്കാൻ അത് കടലിൻ്റെ ഉപരിതലത്തിലേക്ക് പൊന്തി വരണം. മാത്രമല്ല മത്സ്യങ്ങൾ മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പോലെയല്ല, മൃഗങ്ങളെപ്പോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് തിമിംഗിലം. അമ്മ തിമിംഗിലത്തിൽ നിന്ന് മുലപ്പാൽ കുടിച്ചാണ് തിമിംഗില കുഞ്ഞ് വളരുന്നത്. അതായത് വെള്ളത്തിൽ വസിക്കുന്ന ഒരു മൃഗമാണ് തിമിംഗിലം എന്ന് പറയുന്നത്. വിശന്ന് നടന്ന മുസ്ലിം സൈനികർക്ക് കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്ന ഒരു തിമിംഗിലത്തിൻ്റെ ശവം കിട്ടുന്നു. ഇത് എത്ര നാളായി ചത്തിട്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഹദീസിൽ പറയുന്നു 18 ദിവസം മുസ്ലിങ്ങൾ ആ ശവത്തിൽ നിന്ന് തിന്നു, ആ ശവം തിന്നു. 18 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ സാമാന്യം നന്നായി ആ ശവം ചീഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്കറിയാം. പക്ഷെ മുസ്ലിങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം വിശക്കുന്നുണ്ടെങ്കിൽ ചത്തതും ചീഞ്ഞതും ഒക്കെ തിന്നോളാനാണല്ലോ ഖുർആനിൽ പലക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരത് തിന്നു. എന്നിട്ട് എന്തുണ്ടായെന്നറിയാമോ? അതറിയാൻ വേണ്ടി നമ്മൾ അടുത്ത ഹദീസും കൂടി വായിക്കണം. ഞാനത് വായിക്കാം. ജാബിർ തന്നെ പറയുന്നു, സമുദ്രതീരത്ത് തിമിംഗിലം എന്ന് വിളിക്കുന്ന ഒരു ജീവി ഞങ്ങൾക്ക് അടിഞ്ഞു കിട്ടി. അരമാസക്കാലം ഞങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു. അതിൻ്റെ കൊഴുപ്പെടുത്ത് ഉരുക്കി ശരീരത്തിൽ പുരട്ടി. അങ്ങനെ ഞങ്ങളുടെ ക്ഷീണിച്ചു മെലിഞ്ഞ ശരീരങ്ങളെല്ലാം പൂർവ്വസ്ഥിതി പ്രാപിച്ചു. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരമാണ് ഉള്ളത്: നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് അബു ഉബൈദ പറഞ്ഞു. മദീനയിലെത്തിയപ്പോൾ ഈ വിവരം ഞങ്ങൾ തിരുമേനിയെ ഉണർത്തി. അവിടുന്ന് അരുളി, അള്ളാഹു പ്രദാനം ചെയ്ത ആഹാരം നിങ്ങൾക്ക് ഭക്ഷിക്കാം, വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക്. അവരിലൊരാൾ ഒരു കഷ്ണം തിരുമേനിക്കും കൊടുത്തു. അവിടുന്ന് അത് ഭക്ഷിച്ചു. സഹീഹുൽ ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1640. സമുദ്രതീരത്ത് ചത്ത് ചീഞ്ഞു കിടന്ന തിമിംഗിലത്തിൻ്റെ ഇറച്ചി 18 ദിവസം തിന്നതിന് ശേഷം ബാക്കി വന്നത് കെട്ടിപ്പൊതിഞ്ഞ് മദീനയിലേക്ക് മുസ്ലിം സൈനികർ കൊണ്ടുപോയി. അതെന്തിനാണ് കൊണ്ടുപോയത്? വിശപ്പുണ്ടെങ്കിൽ ശവം തിന്നോ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിശപ്പുള്ള സമയത്ത് അവർ ചത്ത് ചീഞ്ഞ ആ ഇറച്ചി കഴിച്ചു, അത് നമുക്ക് മനസ്സിലാകും. പക്ഷെ എന്തിനാണ് ആ ചീഞ്ഞ ഇറച്ചി അവർ മദീനയിലേക്ക് കൊണ്ടുപോയത്? വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടിയാണെന്ന ന്യായീകരണം കൊണ്ട് കാര്യമില്ല. കാരണം മദീനയിൽ ഹലാലായ ഭക്ഷണം ഉണ്ടല്ലോ, അത് കഴിച്ചാൽ പോരെ. ഹറാമായ ഈ ചീഞ്ഞ ഭക്ഷണം എന്തിനാണ് അവർ മദീനയിലേക്ക് കൊണ്ടുപോയത്? സൂറ 5:3 ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് റദ്ദ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സ്വഹാബിമാർക്കറിയാം ഈ ആയത്ത് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന്, അതറിയാമായിരുന്നു. അതുകൊണ്ടാണ്. വിശപ്പുണ്ടെങ്കിൽ മാത്രമല്ല, ടേസ്റ്റ് അറിയാൻ വേണ്ടിയും ശവവും രക്തവും പന്നിമാംസവും ചത്തതും ചീഞ്ഞതും ഒക്കെ തിന്നാനുള്ള അനുവാദം മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരത് ആ ചീഞ്ഞ മാംസമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് മദീനയിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരെന്താ ചെയ്തത്? അവർ ഈ ചീഞ്ഞ ഇറച്ചിയുടെ കാര്യം മുഹമ്മദിനോട് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് എന്താ പറയുന്നത്? നിങ്ങൾ തിന്നോ, പിന്നെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എനിക്കെന്താ, ഞാനും തിന്ന് നോക്കട്ടെ എന്ന്. അവർക്കറിയാമായിരുന്നു ഈ ചീഞ്ഞ ഇറച്ചി മുഹമ്മദ് ചോദിച്ചു വാങ്ങി തിന്നുമെന്ന്. അതുകൊണ്ടാണ് അവരത് കെട്ടിപ്പൊതിഞ്ഞ് മദീനയിലേക്ക് കൊണ്ടുപോയത്. അവർ തങ്ങളുടെ കയ്യിലുള്ള ചീഞ്ഞ മാംസത്തിൽ നിന്ന് ഒരു കഷ്ണം മുഹമ്മദിന് കൊടുത്തു. മുഹമ്മദ് അത് വാങ്ങി തിന്നു. മുഹമ്മദ് ഈ സമയത്ത് മദീനയിലാണുള്ളത്. അവിടെ ഭക്ഷണത്തിന് ഒരു ക്ഷാമവും ഇല്ല. 1-2 നേരം ഭക്ഷണം കിട്ടാതെ മുഹമ്മദ് വിശന്നിരിക്കുന്ന സമയമൊന്നുമല്ല. എന്നിട്ടും ടേസ്റ്റ് അറിയാൻ വേണ്ടി ചത്ത് ചീഞ്ഞ ശവത്തിൻ്റെ ഇറച്ചിയുടെ ഒരു കഷ്ണം മുഹമ്മദ് വാങ്ങി കഴിക്കുകയാണ്. ഇതിൽ നിന്ന് എന്താണ് തെളിയുന്നത്? ഒന്നുകിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ശവം തിന്നരുതെന്ന് സൂറ 5:3 പറഞ്ഞിരിക്കുന്ന നിയമത്തെ മുഹമ്മദ് ലംഘിച്ചു എന്ന് പറയേണ്ടി വരും. അതായത് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവൂ, വിശപ്പില്ലാത്ത സമയത്ത് നിങ്ങൾ ശവം തിന്നരുതെന്ന് സൂറ 5:3 പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് ലംഘിച്ചു എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ സൂറ 5:3 റദ്ദ് ചെയ്യപ്പെട്ടു. ഒരു മുസ്ലിമിന് വിശപ്പുണ്ടെങ്കിൽ മാത്രമല്ല, വിശപ്പില്ലാത്തപ്പോഴും ശവവും രക്തവും പന്നിമാംസവും ചത്തതും ചീഞ്ഞതും ഒക്കെ തിന്നാനുള്ള അനുവാദമുണ്ട് എന്ന് മുഹമ്മദ് തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതിലേതെങ്കിലും ഒന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഒന്നുകിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചു, അല്ലെങ്കിൽ ആ ആയത്ത് റദ്ദ് ചെയ്യപ്പെട്ടു. പുതുതായിട്ടുള്ള നിയമം മുഹമ്മദ് കൊണ്ടുവന്നിരിക്കുന്ന ഇതാണ്: വിശപ്പില്ലാത്ത സമയത്തും ടേസ്റ്റ് അറിയാൻ വേണ്ടി പന്നിമാംസം തിന്നാം. ഇതിലേതെങ്കിലും ഒന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുഹമ്മദ് ഒരിക്കലും ഹലാലോ ഹറാമോ ഒന്നും നോക്കിയിരുന്നില്ല. കിട്ടുന്നത് എന്തും തട്ടുന്നതായിരുന്നു മുഹമ്മദിൻ്റെ രീതി. മുഹമ്മദ് മാത്രമല്ല, സ്വഹാബിമാരും അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് മുഹമ്മദ് ഖൈബറിൽ വെച്ച് വിഷം ചേർത്ത ആട്ടിറച്ചി കഴിച്ചത്. യാതൊരു പ്രകോപനവുമില്ലാതെ മുഹമ്മദ് അപ്രതീക്ഷിതമായി ഖൈബർ ആക്രമിക്കുകയും അവിടെയുള്ള പുരുഷന്മാരിൽ ഭൂരിഭാഗത്തെയും കൊല്ലുകയൊക്കെ ചെയ്തതിന് ശേഷം ശേഷിച്ച പുരുഷന്മാരെ അടിമകളാക്കി, പിന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചെടുത്തു. അതിലെ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മുസ്ലിങ്ങൾക്കിടയിൽ, ഇസ്ലാമിക സൈന്യത്തിനിടയിൽ വിഭജിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ്
മുഹമ്മദ് വിഷം ചേർത്ത ആട്ടിറച്ചി കഴിക്കുന്നത്. സുനാൻ അബൂദാവൂദ് ബുക്ക് 40 ഹദീസ് നമ്പർ 4495 മുതൽ 4499 വരെയുള്ള ഹദീസുകൾ നമ്മൾ നോക്കിയാൽ ഒരു യഹൂദ സ്ത്രീ മുഹമ്മദിനും കൂട്ടർക്കും ഖൈബറിൽ വെച്ച് വിഷം ചേർത്ത ആട്ടിറച്ചി കൊടുത്തതായും മുഹമ്മദ് അത് കഴിച്ചതായും കാണാം. മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സ്വഹാബി ആ ആട്ടിറച്ചി കഴിച്ചതിൻ്റെ ഫലമായി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചുപോയി. എന്നാൽ മുഹമ്മദ് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ രുചി വ്യത്യാസം കാരണം കുറച്ചേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് അന്ന് അദ്ദേഹം മരിച്ചു പോയില്ല. എങ്കിലും ആ വിഷത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം മുഹമ്മദ് മരണം വരെ വേദനയും മറ്റു പല പ്രയാസങ്ങളും അനുഭവിച്ചതായിട്ട് ഹദീസുകളിൽ കാണുന്നുണ്ട്. ഈ വിഷം കൊടുത്ത യഹൂദ സ്ത്രീയെ പിന്നെ വിളിച്ചു വരുത്തി മുഹമ്മദ് ചോദ്യം ചെയ്യാണ്, എന്തുകൊണ്ടാണ് നീ ആട്ടിറച്ചിയിൽ വിഷം ചേർത്തതെന്ന്. നല്ല ചോദ്യമല്ലേ? ആ പെണ്ണിൻ്റെ നാട് ആക്രമിച്ച് അവളുടെ ഭർത്താവിനെയും സഹോദരങ്ങളെയും പിതാവിനെയും ഒക്കെ കൊന്ന് അവളെയും അവളുടെ സഹോദരികളെയും കൂട്ടുകാരികളെയൊക്കെ ലൈംഗിക അടിമകളാക്കി മാറ്റിയ ആൾക്ക് വിഷം കൊടുത്തത് എന്തിനാണെന്നാണ് ചോദ്യം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ ഈ വിഷം നിങ്ങൾക്ക് ഏൽക്കില്ല, നിങ്ങൾക്ക് ഹാനി വരുത്തില്ല. നിങ്ങളിത് കഴിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ദിവ്യ വെളിപ്പാട് കിട്ടുന്ന ആളാണല്ലോ, അപ്പോൾ ദിവ്യ വെളിപ്പാടിനാൽ നിങ്ങൾക്ക് വിവരം കിട്ടും. അതല്ല, നിങ്ങൾ കേവലം ഒരു രാജാവ് മാത്രം, ഒരു അക്രമകാരിയായ ഒരു ഭരണാധികാരി മാത്രമാണ്, മറ്റുള്ളവരുടെ ഭൂപ്രദേശങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കി അവരെയുള്ളവരെയൊക്കെ അടിമകളായി പിടിക്കുന്ന അങ്ങനെയുള്ള ഒരു സാധാ ലോക്കൽ രാജാവ് മാത്രമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജനതയെ ഇവിടുന്ന് ഓടിച്ചു വിടും, നിങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെ ഞാനിത് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഇത് കേട്ടപ്പോൾ അവളെ കൊല്ലാൻ കൽപ്പിച്ചു. ആ പെണ്ണ് കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ ചില ഹദീസുകളിൽ അവളെ കൊന്നില്ല എന്നും കാണുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, ചിലതിൽ കൊന്നെന്നും ചിലതിൽ കൊന്നില്ല എന്നൊക്കെയാണ് കാണുന്നത്. എല്ലാ മുസ്ലിങ്ങളും ഇവളെ കൊന്നില്ല എന്നും പറഞ്ഞിട്ടാണ് മുഹമ്മദിന് വിഷം കൊടുത്ത ജൂത പെണ്ണിനെ വരെ ക്ഷമിച്ച് മാപ്പ് കൊടുത്ത് വിട്ടരുളിയ മഹാകാരുണ്യ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞു, കാരുണ്യത്തിൻ്റെ തിരുദൂതനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ അത് ചില ഹദീസുകളിൽ മാത്രമേ അങ്ങനെയുള്ളൂ. വേറെ ചില ഹദീസുകളിൽ അവളെ കൊന്നു എന്ന് തന്നെയാണ്, കൊല്ലാൻ മുഹമ്മദ് ഉത്തരവിട്ടു കൊന്നു എന്നാണ് കാണുന്നത്. നമുക്കറിയില്ല, ഇത് ഇങ്ങനെ അങ്ങ് 250-300 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തന്മാരൊക്കെ ഓർമ്മയെന്നൊക്കെ ഓർമ്മയെന്ന് പറഞ്ഞ കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായ സാധനമാണ് ഈ ഹദീസ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒന്നോ ഇല്ലയെന്നും നമുക്കറിയില്ല. എന്തായാലും ഇതാണ് സംഭവം. മുഹമ്മദ് പിന്നീട് മരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഖൈബറിൽ വെച്ച് കഴിച്ച ആ ഇറച്ചി കഷ്ണം മൂലമുള്ള വേദന ഇപ്പോഴും എന്നെ പിന്തുടരുന്നു. ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ജീവനാടി മുറിഞ്ഞു പോകുന്നത് പോലെയുള്ള വേദന എനിക്ക് അനുഭവപ്പെടുന്നു എന്ന്. അല്പമെങ്കിലും വിവരമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണ് മുഹമ്മദ് സ്വഹാബിമാർ ചെയ്തത്. ഒരു പ്രദേശത്തെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിച്ച് കൊള്ളയടിക്കുകയും അവിടുത്തെ ആണുങ്ങളെ കൊല്ലുകയും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുകയും ചെയ്ത ആൾക്കാർക്ക് അവരുടെ ഇരയായ ഒരു സ്ത്രീ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സുബോധമുള്ളവർക്ക് ചിന്തിച്ചുകൂടെ അതിൽ വിഷം ചേർത്തിരിക്കാൻ സാധ്യതയുണ്ടെന്ന്? പക്ഷെ ഇവർ ചിന്തിച്ചില്ല. കാരണം എന്താ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ തീറ്റക്കാരും വന്നു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാത്ത ടീംസായിരുന്നു ഇവരൊക്കെ, മുഹമ്മദ് ആയാലും സ്വഹാബിമാരായാലും. ഭക്ഷണത്തിൻ്റെ കാര്യം വന്ന ഹലാൽ എന്നൊക്കെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ തീറ്റക്കാരും വരുമ്പോൾ ഇതൊന്നുമില്ല, അവർക്കില്ല. മറ്റുള്ളവർ അനുസരിച്ചോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മുഹമ്മദ് സ്വഹാബിമാരും ഹലാൽ ഫുഡ് മാത്രം കഴിച്ചിരുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിഷം ചേർത്ത ഭക്ഷണം അവർ കഴിക്കില്ല. വിഷം ചേർത്താൽ പിന്നെ അത് ഹലാൽ ഫുഡല്ലല്ലോ, ഹറാം ഫുഡല്ലേ. മുഹമ്മദിൻ്റെ കൂടെ നടന്നിരുന്ന സ്വഹാബിമാരും ഹലാലും ഹറാമും നോക്കിയിട്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചിരുന്നത്. അതുകൊണ്ടാണ് വിഷം ചേർത്ത ഹറാം ഫുഡ് അവർ കഴിച്ചത്. അതിലൊരുത്തനാണെങ്കിൽ ആ ഹറാം ഫുഡ് കഴിച്ച് തട്ടിപ്പോവുകയും ചെയ്തു. അപ്പോൾ എന്ത് തീറ്റയായിരിക്കണം അവൻ തിന്നിട്ടുണ്ടാവുക അത്രയും വിഷാകത്തയിലാണെന്നുണ്ടെങ്കിൽ? ഇത് തിന്നു തുടങ്ങിയ സമയത്ത് തന്നെ ഇതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് സാധാരണ ഇതല്ലല്ലോ, രുചി വ്യത്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്മെല്ല് വ്യത്യാസം ഉണ്ടല്ലോ, വിഷത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ. കുരുടാൻ പോലത്തെ വിഷമൊന്നും അല്ല. അപ്പം എന്നാലും വേറെ ഏതായാലും വിഷത്തിന് അതിൻ്റെതായ സ്മെല്ലൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ കരുതി തീറ്റ നിർത്തിയൊന്നുമില്ല, അടിച്ചുവിടുമായിരുന്നു. അടിച്ചുവിട്ട് തട്ടിപ്പോയി. ഞാൻ ഈ പറഞ്ഞതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ പറയണം, വിഷം ചേർത്ത ഭക്ഷണം ഹലാലാണോ ഹറാമാണോ? മുസ്ലിങ്ങൾ പറയണം, വിഷം ചേർത്ത ഫുഡ് അത് ഹലാൽ ഫുഡാണോ ഹറാം ഫുഡാണോ? അത് ഹറാം ഫുഡ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ഭക്ഷണം ഹറാം ഫുഡ് നിങ്ങളുടെ പ്രവാചകൻ കഴിച്ചിട്ടുണ്ട്, പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാർ കഴിച്ചിട്ടുണ്ട്. അതല്ല അതിനെ അത് ഹലാൽ ഫുഡാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മുഹമ്മദിൻ്റെ മാതൃകയെ ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും പിൻപറ്റേണ്ടവരല്ലേ നിങ്ങൾ? അല്ലേ? അങ്ങനെയല്ലേ നിങ്ങളുടെ പ്രമാണം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ടെന്നല്ലേ? അപ്പോൾ മുഹമ്മദ് ചെയ്ത് കാണിച്ച ഈ കാര്യം, വിഷം ചേർത്ത ഭക്ഷണം അത് ഹലാൽ ഫുഡാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഈ ഹലാൽ ഫുഡ് നിങ്ങളൊന്ന് കഴിച്ച് കാണിക്കുമോ? മുഹമ്മദ് കഴിച്ചതുപോലെ, മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി തട്ടിപ്പോയതുപോലെയുള്ള അത്രയും വിഷം നിറഞ്ഞ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളായിട്ടുണ്ടാക്കി തരുമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് അതിൻ്റെ പാഹുഭാരം ഏൽക്കാൻ വയ്യ. പക്ഷെ നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ പിന്തുടർന്നൊന്ന് കാണിക്കാൻ വേണ്ടി, മാതൃകയാണല്ലോ, മാതൃകാ പുരുഷനല്ലേ, കാണിക്കാൻ വേണ്ടി ഇതാ പ്രവാചകൻ കഴിച്ച ആ ഹലാൽ ഫുഡ് ഞാനും കഴിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ?
ഇത് ഹലാൽ ഫുഡാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് തിന്ന് കാണിക്കി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചാൽ അത് മുഹമ്മദ് ഹലാൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പിൻവലിക്കാം. മുഹമ്മദ് ഹറാം ഫുഡ് കഴിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പിൻവലിക്കാം. നിങ്ങളതൊന്ന് കഴിച്ച് കാണിച്ചാൽ അത് ഹലാൽ ഫുഡ് തന്നെയായിരുന്നു പ്രവാചകൻ കഴിച്ചത്, വിഷം ചേർത്ത ഭക്ഷണം ഹലാൽ ഫുഡ് തന്നെയാണെന്ന് നിങ്ങളൊന്ന് സമ്മതിക്കുക. അതല്ല, വിഷം ചേർത്ത ഭക്ഷണം ഹറാം ഫുഡാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, നിങ്ങൾ സമ്മതിക്കുന്നതെങ്കിൽ, നിങ്ങൾ പറയുന്നതെങ്കിൽ മുഹമ്മദ് ഹറാം ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഇരട്ടത്താപ്പ് പറ്റില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഒന്നെങ്കിൽ നിങ്ങളിത് ഹറാം ഫുഡാണെന്ന് പറയാം, അല്ലെങ്കിൽ ഹലാൽ ഫുഡാണെന്ന് പറയാം. ഹറാം ഫുഡാണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഹറാം ഫുഡ് തിന്നിട്ടുള്ള ആളാണെന്ന് പറയണം, മുഹമ്മദ് സ്വഹാബിമാരും. അല്ല, ഇത് ഹലാൽ ഫുഡാണെന്നാണ് പറയുന്നതെങ്കിൽ ആ ഹലാൽ ഫുഡ് നിങ്ങളൊന്ന് കഴിച്ച് കാണിച്ച് നിങ്ങളത് തെളിയിക്കുക ഇത് ഹലാൽ ഫുഡ് തന്നെയാണെന്നുള്ളത്. അതല്ലാതെ എന്നെ തെറി വിളിച്ചുകൊണ്ടോ എൻ്റെ അപ്പനെ ചീത്ത വിളിച്ചുകൊണ്ടും കമൻസ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാ ജിഹാദികളോടും കൂടിയാണ് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്നതെന്തും ഹറാമാണോ ഹലാലാണോ എന്നൊന്നും പരിശോധിച്ച് നോക്കാതെ തിന്നു നടന്നിരുന്ന മുഹമ്മദിനെ അനുഗമിക്കുന്ന മുസ്ലിങ്ങളാണ് നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ അമുസ്ലിങ്ങളോട് പറയുന്നത് മുസ്ലിങ്ങൾ നല്ലത് മാത്രമേ കഴിക്കൂ, അത് എല്ലാ അർത്ഥത്തിലും നല്ലത് വേണമെന്ന്. വിഷം ചേർത്ത ആട്ടിറച്ചിയും ചത്ത് ചീഞ്ഞ തിമിംഗലത്തിൻ്റെ ഇറച്ചിയും ഈച്ചയെ മുക്കിയ പാനീയവും മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ ചാണകവും മൂത്രവും പിന്നെ വിശപ്പുണ്ടെങ്കിൽ ചത്തതും ചീഞ്ഞതുമായ മാംസത്തിനെയൊക്കെയാണ് നല്ലതെന്ന് ഇവർ പറയുന്നത്. വിശപ്പില്ലാത്തപ്പോഴും ചത്തതും ചീഞ്ഞതൊക്കെ ഇവർക്ക് നല്ലത് തന്നെയാണ്, അത് വേറെ കാര്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കുക അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? കഷ്ടം തന്നെ മുസ്ലിങ്ങളെ നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾക്കിത് തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നുള്ളതാണ് സ്ഥിതി. നിങ്ങളുടെ പ്രമാണങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്, നിങ്ങളുടെ ഗതികേട് ഇതാണ്. മനസ്സിലായ? ഞങ്ങൾക്കുള്ളതുപോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കില്ല, നിങ്ങളുടെ കൈവശമില്ല. ബൈബിൾ എന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ കൈവശമുണ്ട്. അതാണ് ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ശക്തി. അത് ഞങ്ങളുടെ കൈവശം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യപൂർവ്വം നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുകയില്ല. കാരണം നിങ്ങളുടെ പ്രമാണങ്ങളുടെ സ്ഥിതി ഇതാണ്. നിങ്ങൾ ആ പ്രമാണം അനുസരിച്ച് ഇത് ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കുരുക്കി ചെന്ന് പെടും. ഇനി ഇത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലോ, അതിനേക്കാളും വലിയ കുരുക്കില്ല പിന്നെ ചെന്ന് പെടുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ. ഏതായാലും ഈ വീഡിയോ തൽക്കാലം ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ഹലാലിനെ സംബന്ധിച്ചുള്ള ഈ 2 വീഡിയോകളിൽ, ഈ ഹലാലിനെ സംബന്ധിച്ചുള്ള വീഡിയോ പരമ്പരയിൽ ഇപ്പോൾ നമ്മൾ ഇറക്കിയ ആദ്യത്തെ വീഡിയോയും ഈ രണ്ടാമത്തെ വീഡിയോയും നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ മുസ്ലിങ്ങൾ നടത്തിയ വർഗീയ വിഷം ചീറ്റലിനുള്ള മറുപടിയാണ് ഞങ്ങൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഹലാൽ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. ഹലാലിൻ്റെ പുറകിലെ ഇസ്ലാമിക അജണ്ടകൾ വേറെയാണ്, അത് വേറെയാണ്. അത് 1400 വർഷം പഴക്കമുള്ളതാണ് ഹലാൽ എന്നൊക്കെ ഇവർ പറയുന്നില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. മുഹമ്മദ് പോലും മര്യാദയ്ക്ക് ഹലാലും ഹറാമും നോക്കിയിട്ടൊന്നുമല്ല കിട്ടിയതൊക്കെ അടിച്ച് തിന്നുകൊണ്ടിരുന്നത്. ഹലാലൊക്കെ വന്നിട്ട് അധികം വർഷമൊന്നായിട്ടുള്ള ഒരു 10-40 കൊല്ലം ആയിട്ടുള്ളൂ. അത് ആരാണത് കൊണ്ടുവന്നത്, അതിൻ്റെ പുറകിൽ അജണ്ട എന്താണ്, അത് ഏത് മുസ്ലിം വിഭാഗത്തെ കൊടുക്കാൻ വേണ്ടി ഉമ്മ തമ്മിൽ പൊരിഞ്ഞടിയാണല്ലോ മുസ്ലിങ്ങൾക്കിടയിൽ. അപ്പോൾ ഒരു ടീം മറ്റൊരു ടീമിനെ അവരുടെ കൈവശം ഇരിക്കുന്ന പൈസയൊക്കെ ഹലാലിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വേറൊരു ടീം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ഹലാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പുറകിൽ ഉള്ള അജണ്ട എന്നൊക്കെ ഉള്ളത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി പറയാം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിനായി